السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى آله وصحبه وسلم تسليما. ബഹുമാനമുള്ള അധ്യക്ഷൻ CH മുഹമ്മദ് സാദി അവർകളെ, ഈ പരിപാടിയുടെ മുഖ്യാതിഥിയും മനോഹരവും ചിന്തോദ്ദീപകവുമായ വാക്കുകൾ കൊണ്ട് ഈ പരിപാടിയെ അനുഗ്രഹിച്ച് സന്തോഷിപ്പിച്ച ബഹുമാനപ്പെട്ട സഹോദരൻ ശ്രീമാൻ KP രാമനുണ്ണി സാർ അവർകളെ, ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, വളരെ സന്തോഷകരമായ പ്രഭാഷണങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സത്യത്തിന്റെ ആദിമ പൊരുൾ തേടിയുള്ള വാക്കുകളാണ് ബഹുമാനപ്പെട്ട മുഖ്യാതിഥി ഇവിടെ തന്റെ ഹൃദയത്തിന്റെ ഒരു ടച്ചോടുകൂടെ സംസാരിച്ചത്. പരിശുദ്ധ റമളാനിലെ ഏറ്റവും പുണ്യപ്പെട്ട ഈ ദിവസത്തിൽ ലൈലത്തുൽ ഖദറിലേക്ക് സാധ്യത ഏറ്റവും അധികമായുള്ള 27 രാവ്, ഇതാണല്ലോ പ്രധാനപ്പെട്ടത്. അതിലേക്ക് കാത്തിരിക്കുകയാണ് നമ്മൾ. അതിന്റെ നേരെ മുന്നിലുള്ള നോമ്പിനാണ് ഈ പ്രഭാഷണം. റമളാൻ അവസാനിക്കുകയുമാണ്. എല്ലാവരും വല്ലാത്തൊരു ആത്മീയമായ മനസ്സുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാലപ്പാട്ടുകളെ പറ്റിയുള്ള ഒരു പ്രഭാഷണമായിരുന്നു നേരത്തെ. പിന്നീട് എന്റെ സഹോദരൻ മുസ്തഫ മുണ്ടുവാറ നിലവിലുള്ള ചില കാലുഷ്യ സാഹചര്യങ്ങൾക്ക് എതിരെ മനുഷ്യനെ മനുഷ്യനാക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഈ പ്രഭാഷണത്തിൽ ചെയ്തില്ലെങ്കിൽ അത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളത് സമൂഹത്തിന്റെ വികൃതമാകുന്ന മുഖത്തെ നേരെ നിർത്താൻ നമ്മളൊന്നും ചെയ്തില്ല എന്ന് വന്നു പോകും. അതുകൊണ്ട് തൽക്കാലം ഈ വിഷയമാവട്ടെ ഈ ദിവസം പറയേണ്ടതെന്ന് ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ ജനറൽ കൺവീനർ കൂടിയായ മുസ്തഫ മാഷെ താല്പര്യപ്രകാരമാണ് ഈ വിഷയം ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ളത്. മനുഷ്യൻ എക്കാലത്തും സംഭവിച്ച ഒരു തെറ്റ്, മതാനുയായികൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അതിന്റെ ഒരു അടിസ്ഥാനം അവർക്ക് മതത്തെ അറിയാതെ വന്നു എന്നതാണ്. വലിയ തെളിവിലുള്ള
ഉറവയിൽ ഇറങ്ങി മുങ്ങിയ ആളുകൾക്ക് എന്താണ് ഈ നീരുറവാന്ന് മനസ്സിലാകാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭീകരമായ അബദ്ധം. ഈ അബദ്ധം ഏറ്റവും ഭീകരമായ അബദ്ധം തന്നെയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്നാൽ, സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അർത്ഥം പോലും ചിന്തിക്കാതെ ഓരോ കാര്യത്തിനും ഒരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം ചിന്തിക്കാതെ മനുഷ്യൻ കർമ്മത്തിൽ നിന്ന് ആടുകയാണ്. ഈ കർമ്മത്തിൽ നിന്ന് ആടുന്ന മനുഷ്യന്റെ ഒരു കാര്യം എന്താണ്? അതൊരു മടിയില്ലാതെ തൊഴിൽ ചെയ്യുന്ന ഒരു തൊഴിലാളിയെ പോലെയാണ്. അവൻ ഇടക്കിടക്ക് വാച്ചിലേക്ക് നോക്കും, വാച്ചില്ലെങ്കിൽ അവൻ സൂര്യനിലേക്ക് നോക്കും. അവൻ എങ്ങനെയെങ്കിലും ഈ പണിയൊന്ന് തീർന്നു കിട്ടിയാൽ മതിയാകും എന്നാണ്. എന്നാൽ ആത്മാർത്ഥതയുള്ള ഒരു കർഷകൻ അങ്ങനെയല്ല. അയാൾക്ക് സമയം പ്രശ്നമില്ല. അയാൾക്ക് സമയം പോകുമ്പോൾ അയാൾ സമയം അറിയുന്നില്ല. പക്ഷെ തൊട്ട് കണ്ണിന്റെ മുന്നിൽ ഇരുട്ട് വീഴുമ്പോൾ അയാൾക്ക് ബേജാറാവുകയാണ്, രാത്രി ആയിപ്പോയല്ലോ. കാരണം അദ്ദേഹം കർഷകൻ എന്ന് പറഞ്ഞ ആള് വല്ലാത്ത ഒരു ആളാണ്. എന്തുകൊണ്ടെന്നാൽ അയാൾ പോലും ഉറപ്പില്ലാത്ത ഒരു ഫ്യൂച്ചറിന് വേണ്ടി അധ്വാനിക്കാണ്. കൊയ്ത്തുകാരനും കർഷകനും തമ്മിൽ, നടീൽക്കാരനും കൊയ്ത്തുകാരനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നടീൽക്കാരന്റെ മുന്നിൽ ഫലഭൂയിഷ്ടമായ ഒരു ഭൂമിയും പച്ചപ്പുള്ള ഒരു ഫ്യൂച്ചറും ഉണ്ട്. നേരെ മറിച്ച് കൊയ്ത്തുകാരന്റെ മുന്നിൽ ഊഷരമായി കിടക്കുന്ന ഒരു അവസ്ഥയാണത്. അതൊരു വരണ്ട അവസ്ഥയാണ്. കൊയ്ത്ത് എന്ന് നമ്മൾ പറയും. സത്യത്തിൽ ഇങ്ങനെ പറയാം, ഇതൊരു കൊയ്ത്തുകാലമാണ് എന്ന് പറയും. കൊയ്ത്ത് എന്ന് പറയുന്നത് സത്യത്തില് കാര്യങ്ങളെ ഭൗതിക ലാഭങ്ങളിൽ ഒതുക്കുമ്പോൾ കൊയ്ത്ത് തിരക്കടില്ല. പക്ഷെ അതിനപ്പുറം കൊയ്ത്ത് എന്നത് ഒരു ഊഷര ഭൂമിയുടെ ഒരു പ്രതലത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു ചൂണ്ടുപലക, അല്ലെങ്കിൽ അതിന്റെ ഒരു അടിത്തറയിലാണ് അത് നിൽക്കുന്നത്. അപ്പൊ കൊയ്ത്തൊരു സുഗമമുള്ള പണിയല്ല. വലിയ ആളുകളൊന്നും കൊയ്യല്ല ചെയ്തത്, വലിയ ആളൊക്കെ വിതക്ക ചെയ്തത്. അവര് പോലും ഇല്ലാത്തൊരു കാലത്തിന് വേണ്ടി അവരൊക്കെ അധ്വാനിച്ചത്. മുത്തു മുഹമ്മദ് മുസ്തഫ അറബ് ലോകം പിന്നെ വളർന്നിട്ടുണ്ട്. വളരാന്ന് പറഞ്ഞാല് മാനവ ചരിത്രം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യമായി മാറിയിട്ടുണ്ട് അവര്. പക്ഷെ അതൊന്നും പുണ്യനബി ആസ്വദിക്കണില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക ദൗത്യത്തിന്റെ വല്ലാത്ത ഒരു പ്രയാസമുള്ള കാലഘട്ടം കഴിഞ്ഞിട്ട് 61-ാമത്തെ വയസ്സിൽ മക്ക പിടിച്ചടക്കാണ്. പുണ്യം പിടിച്ചടക്കാന്നും പറയണ്ട, മക്കാരൊക്കെ ഈ മനുഷ്യന്റെ മുന്നിൽ അങ്ങോട്ട് അധീനപ്പെടാന്നും പറയണ്ട. അങ്ങനെ ഒരു അധീനപ്പെടലും ഇല്ല. ലാ തസ്രീബ അലൈക്കുമുല്ലും, നിങ്ങളോട് എനിക്കൊരു പ്രതികാരവും ഇല്ല. ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ട ആളുകളോട് പറയുന്നത്, ഒരു പ്രതികാരവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. അന്തുമുത്തുലക്കാവും, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ വിമോചിത ജനതയാണ്. ചരിത്രം ഒരു ജനതക്ക് മാത്രമാണ് വിമോചിത ജനത എന്ന് പേരിട്ടത്, അത് മക്കാരാണ്. വിമോചിത ജനത എന്തുകൊണ്ട്? അവരേറ്റവും ബുദ്ധിമുട്ടിച്ച മനുഷ്യൻ 10,000-കണക്കായ ആളുകൾ അകമ്പടിയോടുകൂടെ തിരിച്ചു വന്നിട്ട് ആ മനുഷ്യൻ ഒട്ടകത്തിന്റെ മുതുകിലേക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ നെഞ്ചിങ്ങനെ താഴ്ത്തിയിരുന്നു, ഒന്നും ഉയർന്നിരുന്നില്ല. പുണ്യ മുഹമ്മദ് മുസ്തഫ എന്തുകൊണ്ട്? എന്നെ രാജാവായി ആരും സങ്കല്പിക്കരുത്, ഞാനൊരു സാധുവായ മനുഷ്യനായി കണ്ടോട്ടെ. പിന്നെ പുണ്യനബി പാട്ടുപാടിയതാണ്. പിന്നെ പുണ്യനബി പാട്ടുപാടിയവരുന്നു, ഞാൻ നബി തന്നെ, അത് കളവായിരുന്നില്ല. ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനല്ലേ, നിങ്ങൾക്ക് എന്റെ വല്ലിപ്പാനെ അറിയൂലേ? അദ്ദേഹം എത്ര മാന്യനാണ്. ആ മാന്യന്റെ പൊന്നുമോനായ ഞാൻ അബ്ദുൽ മുത്തലിബിനെ പറയാൻ കാരണം അബ്ദുൽ മുത്തലിബാണ് ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്ത് വളർത്തുന്നത്. ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞവര് പോയില്ലേ? അബ്ദുൽ മുത്തലിബിന്റെ പൊന്നുമോനല്ലേ, ഞാൻ എങ്ങനെ നിങ്ങൾക്കൊരു ദോഷം ചെയ്യോ? ഞാൻ നിങ്ങളോട് കളവ് പറയോ? ഇത് പാട്ടുപാടി വരിക, ഒന്നും കയ്യിലില്ല. ഒട്ടകത്തെ മുന്നിൽ പിടിച്ച് അബൂ ത്വൽഹത്തുൽ അൻസാരി നടക്കുന്നുണ്ട്. ഒട്ടകപ്പുറത്ത് ഇങ്ങനെ മുതുക് താഴ്ത്തിയിരിക്കുക പുണ്യ മുഹമ്മദ് മുസ്തഫ. മത്താഫിൽ വന്ന് ഇങ്ങോട്ട് ഇറങ്ങി, കഅബാലയത്തിന്റെ മുറ്റത്ത് വന്ന് ഇറങ്ങിയപ്പോഴത്തേന് എല്ലാവരും കരിഞ്ഞുപോയി. കരിയല്ലാതെ നിർവാഹമില്ല. പിന്നെ കണ്ണുനീരാ സംസാരിക്കുന്നത്. ഇതും ഒരു ചരിത്രമല്ലേ? ആർക്കാണ് ഈ മനുഷ്യൻ മാപ്പ് കൊടുക്കുന്നത്? 360 വിഗ്രഹങ്ങളെ രാവിലെ വന്നിച്ച് വണങ്ങി വന്നവർക്ക്. എന്താണ് ഈ കേൾക്കുന്നത് മനുഷ്യര്? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടുപോയിട്ടുണ്ട് ഈ കാലത്ത്. എന്താ പെട്ടുപോയത്? മതം അറിയൂല,
മതം അന്യം നിന്നുപോയി. മതം എന്താണെന്ന് അറിയില്ല. അത് പഠിച്ചതുമില്ല. ആചാരങ്ങൾ പഠിച്ചു, അനുഷ്ഠാനങ്ങൾ പഠിച്ചു. മതത്തിന്റെ ആളുകൾ പോലും മതം പഠിച്ചില്ല. എന്ത് ചെയ്യും? അല്ലാഹു എന്ന് ഒരു തവണ പറയുമ്പോൾ കരുണാന്ന് 2 തവണ പറയുന്ന ഒരു പടച്ചോനെ തിരിയാതെ പോയാൽ എന്ത് ചെയ്യും? പിന്നെ എങ്ങനെ ഇവിടെ വർഗീയത ഉണ്ടാവും? ഈ ആർക്കെതിരാണ് ഈ ബോംബ് വെക്കുന്നത്? അതും ചിന്തിക്കണ്ടേ. നേരം വെളുത്താൽ ഓടുകയാ മനുഷ്യൻ. ആൾക്കൂട്ടം എന്നൊരു പുസ്തകമുണ്ട് ആനന്ദിന്. ഞാനത് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് എടുത്ത് ലേശം ഒന്ന് വായിക്കും. ആൾക്കൂട്ടം ബോംബെയുടെ കഥയാണ്. വല്ലാത്തൊരു പുസ്തകമാണ്, വല്ലാത്തൊരു പുസ്തകം. അതിൽ ആൾക്കൂട്ടത്തെ ഒന്ന് മനോഹരമായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആനന്ദ്. അതിൽ അദ്ദേഹം പറയുന്ന ഈ മനുഷ്യരുടെ അതന്നെ ആൾക്കൂട്ടം തന്നെയാ ഓടാരാ മനുഷ്യ. ഒന്ന് മുഹമ്മദാണ്, ഒന്ന് കൃഷ്ണനാണ്, ഒന്ന് യശോദയാണ്, ഒന്ന് വേലായുധനാണ്, ഒന്ന് അബ്ദുറഹ്മാനാണ്. ഇങ്ങനെ ഓടുക. എന്തിനാ മനുഷ്യനെ ഓടുന്നത്? വൈകുന്നേരം ആകുമ്പോഴത്തേന് കുഞ്ഞുങ്ങൾക്കും ഭാര്യക്കും പട്ടിണി തീറ്റാൻ എന്തെങ്കിലും കിട്ടണം. വാപ്പാക്ക് മരുന്ന് വാങ്ങണം, അച്ഛന് മരുന്ന് വാങ്ങണം, അമ്മയ്ക്ക് ചേല വാങ്ങണം, എന്തൊക്കെ. അമ്മയ്ക്ക് കാലിന് വേദന, മരുന്ന് വാങ്ങണം. ആശുപത്രി തിരിച്ചു വരുമ്പോൾ പണിയെടുത്ത് കൊണ്ട് വരുമ്പോൾ ആശുപത്രി കയറി അമ്മേന്റെ കാര്യം പറഞ്ഞൊന്ന് മരുന്ന് വാങ്ങണം, ഉമ്മയുടെ മരുന്ന് വാങ്ങണം. ഇതിനെ ഓടി വരിക ഈ മനുഷ്യനെയാണ് വർഗീയവാദിയും ഈ ഭീകരവാദിയും ബോംബ് വെച്ച് കൊല്ലുന്നത്. ഇവന് എന്ത് മതമാണുള്ളത്? എന്താ എനിക്കത് മനസ്സിലാവുന്നില്ല. ഇവന്റെ മതം എന്തെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാനിത് രാമനുണ്ണി സാറിനെ പറ്റി എന്തായത് പറയല്ല. എനിക്കാ മതം മനസ്സിലാവണേ ഇല്ല. എനിക്കാ മതം മനസ്സിലാകുന്നേ ഇല്ല. ചിന്തിക്കും. ഇത് കരുണയല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 114 സ്ഥലത്താ. അതിൽ 113 സ്ഥലത്ത് ഹെഡ്ലൈനാ. ഒരു സ്ഥലത്ത് ഇല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് കൂട്ടിയില്ലേ? നംല് സൂറത്തിൽ 2 ബിസ്മിയാ. അപ്പൊ 114 അധ്യായം ഖുർആനിൽ 114 ബിസ്മി. 114 ബിസ്മിയിൽ 114 അള്ളാഹ്, 228 വട്ടം കരുണ. ബിസ്മിയിൽ ഒരു വട്ടം അള്ളാഹ് എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണയും പിന്നെ കരുണയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. എന്താണ് മനുഷ്യനിൽ തിരിയാത്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് തിരിഞ്ഞാലല്ലേ ഹിന്ദുവിന് തിരിയുള്ളൂ. പിന്നെ ഇതൊക്കെ തിരിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു, നമുക്കും തിരിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് മനുഷ്യന്മാർക്കൊക്കെ അകലുണ്ടായിരുന്നില്ല. അന്ന് മനുഷ്യർക്ക് അകലുണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദിന്റെ മൊഹീദ്ദീൻ മാല, ഖാളി മുഹമ്മദ് എഴുതിയ മൊഹീദ്ദീൻ മാലയിലെ ഒരു വരി മൊഹീദ്ദീൻ മാല എഴുതിയ അതേ ഖാളി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ എഴുതിയ ഒരു വരി കവിത ഞങ്ങൾ കേൾപ്പിക്കാം നിങ്ങൾക്ക്. ആ മനുഷ്യന് ആരാ ഖാളി മുഹമ്മദ്? ഖാളി മുഹമ്മദ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഖുത്ബാനിയത്തിന് മഖാം എത്തിച്ച, അതായത് വലിയുമല്ല, മുഅ്മിനിന്റെ അപ്പുറം, വലിയന്റെ അപ്പുറം, ആരിഫിന്റെ അപ്പുറം ഖുത്ബാനിയത്തെ മഖാം എത്തിച്ച വലിയ, അതായത് അത്രയും വലിയ ആളാണ് ഖാളി മുഹമ്മദ്. ഖാളി മുഹമ്മദിന്റെ ഒരു കവിത ഞങ്ങൾക്ക് വായിച്ചത്. ഈ മനുഷ്യന്മാർക്ക് ഇതല്ലേ ദീന്? മുസ്ലിങ്ങളായുള്ള രാജാക്കന്മാരാരും മുസ്ലിങ്ങൾക്കായി യുദ്ധം ചെയ്തിടാതെ കാഫിറുകളോടൊത്ത് സന്ധിബന്ധത്തിലായി കൈകോർത്ത് കാലം കഴിച്ചിടുമ്പോൾ, അതായത് മുസ്ലിങ്ങൾ ഇവിടെ ചില മുസ്ലിം രാജാക്കന്മാർ പറങ്കികളോട് സമരസപ്പെട്ടു, തോളോട് തോളിൽ നിന്ന് നിന്നപ്പോൾ അവിടെ മുസ്ലിം പക്ഷത്ത് നിലകൊള്ളുന്നത് പിന്നെ ആരാണ്? സാമൂതിരിയാണ്. അപ്പൊ സാമൂതിരിയെ വർണ്ണിക്കുക. മുസ്ലിങ്ങളായുള്ള രാജാക്കന്മാരാരും മുസ്ലിങ്ങൾക്കായി യുദ്ധം ചെയ്തിടാതെ കാഫിറുകളോടൊത്ത് സന്ധിബന്ധത്തിലായി കൈകോർത്തു കാലം കഴിച്ചിടുമ്പോൾ ഇസ്ലാം മതത്തിനും ഹിന്ദു മതത്തിനും വീണ്ടും ഒരുപോലെ പോരാടിടും സാമൂതിരി തൻ യുദ്ധ കഥ കേൾപ്പിൻ, സാമൂതിരിക്കായി സദാ പ്രാർത്ഥിച്ചിടിൻ. ഹിന്ദുവായുള്ളൊരു രാജാവിനെ കണ്ട് പാഠം പഠിക്കുവേൻ സുൽത്താന്മാരെ. ആരുടെ ഖാളി മുഹമ്മദ്, അദ്ദേഹമാണ് മൊഹീദ്ദീൻ മാല എഴുതിയത്. മൊഹീദ്ദീൻ മാല
AD 1607 മുഹൈദ്ദിമാല പൂർത്തിയായി. പ്രധാന അഭിപ്രായം ആ വർഷം മരിച്ചു. AD 1607, അതായത് മുഹൈദ്ദിമാല വിരചിതമായിട്ട് 410 വർഷമായി. അതേ സമയത്ത് തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതി. അതേ സമയത്ത് അതിന്റെ ബന്ധാണത്. രണ്ടും മണിപ്രവാളം. എന്തായി മനുഷ്യന്മാരൊക്കെ തമ്മിലുള്ള ബന്ധം? ആരോടാ പറയും? മുസ്ലിങ്ങൾ. അതായത് ഫത്ഹുൽ മുബീൻ എഴുതിയത് ആരാ? ഖാളി മുഹമ്മദിനെ തള്ളാൻ ഇവിടെ ആർക്കാ കഴിയുക? അല്ല, അത് പറയും റഹ്മത്തുള്ളാഹിയെ തള്ളാം. ഖാളി മുഹമ്മദിനെ തള്ളാൻ പറ്റൂ? ഖാളി മുഹമ്മദിനെ തള്ളിയ പൊളിഞ്ഞില്ലേ? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഇതൊക്കെ പിന്നീട് മറന്നുപോയി. എല്ലാരും മറന്നുപോയി. അങ്ങനെ മറന്നപ്പോ എന്ത് സംഭവിച്ചു പോയി? പിന്നെ എന്താ സംഭവിച്ചത്? വേദഗ്രന്ഥത്തിന്റെ പദാർത്ഥങ്ങളിൽ കുടുങ്ങിപ്പോയി. വേദഗ്രന്ഥത്തിന് പദാർത്ഥം പോരല്ലോ, അതതിന്റെ വിൻഡോസ് അല്ലേ? വേദഗ്രന്ഥത്തിന്റെ പദാർത്ഥം അതിന്റെ വിൻഡോസ് അല്ലേ? ആ വിൻഡോ ആണ് തുറന്നാ പിന്നെ ഒരു ലോകല്ലേ? അല്ല, 6000 വരികൾക്ക് 6000 മലയാളം എഴുതി വെച്ചവനാണ് ഇപ്പോഴത്തെ പരിഭാഷക്കാരൻ. അത് വായിച്ച് സന്യാസി ഇപ്പോ ഒരു സന്യാസിയുടെ ക്ലിപ്പിംഗ് ഒരാൾ എനിക്ക് കാണിച്ചു. 260 സ്ഥലങ്ങളിൽ അമുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ആ സാധുവായ സന്യാസി ചോദിക്കാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പരിഭാഷ ചെയ്ത ആളുകൾ പമ്പര വിട്ടികൾ. എന്തുകൊണ്ട്? പരിഭാഷ ചെയ്യുമ്പോൾ ഒരു ഖുർആൻ പരിഭാഷ എഴുതണമെങ്കിൽ അതിനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാ? എന്തുകൊണ്ടെന്നാൽ ഒരായത്തിന് അതിന്റെ സബബുൻ നുസൂലുണ്ട്. അത് എഴുതണ്ടേ? ആയത്തിന് മൻസൂഖായ ആയത്തുണ്ട്, ഒരു ആയത്തിനെ നാസിഖത്തായ ദുർബലപ്പെടുത്തുന്ന മറ്റൊരു മതപതി. അതായത് ഇങ്ങനെ ഘട്ടമായിട്ടാണ് ചില വിഷയങ്ങൾ വരിക. അപ്പൊ ഇന്ന ആയത്ത് ഇതുകൊണ്ട് ദുർബലമാണ്, ആ നിയമം ഇപ്പോഴില്ല. ചിലത് യുദ്ധകാണ്ഡത്തിൽ ഇറങ്ങിയ ആയത്തുകളാണ്. അവിടെ യുദ്ധം സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ. നിങ്ങൾ ചിന്തിക്ക്, ആ യുദ്ധത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട്. ഇതൊന്നും എഴുതാതെ നേരെ ഖുർആൻ മലയാളത്തിലാക്കി. നേരെ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കും കഴിയും. ഇതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ വ്യാഖ്യാനം. ഈ വചനത്തിന്റെ വ്യാഖ്യാനം മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഗൽഭ ശിഷ്യനായ സയ്യിദുനാ അലി റളിയല്ലാഹു പറയുന്നുണ്ട്, ഞാൻ ഇത് വ്യാഖ്യാനിച്ചാൽ 80ഓളം ഒട്ടകങ്ങൾ വഹിക്കാൻ കുഴങ്ങിപ്പോവും. അത്ര വലിയ വ്യാഖ്യാനം ഞാൻ പുണ്യനബിയിൽ നിന്ന് കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ വചനത്തിന് മാത്രം. ഏത് വചനത്തിന്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാണ് ഇപ്പൊ എവിടെ തീർന്നത്? ഭരണകാരുണ്യനും കഴിഞ്ഞു. ചിന്തിച്ചോക്ക്. ഇതിനൊക്കെ ഒരു എന്താ അവിടെ വർഗീയത? വളരെ അടിസ്ഥാനം എന്താ? വേദഗ്രന്ഥം പഠിച്ചവർ വേദഗ്രന്ഥം പഠിച്ചില്ല, അവർക്കൊന്നും അറിയില്ല. എല്ലാത്തിനും നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ ലാഭമാണ് വിഷയം. എല്ലാം ലാഭത്തിന്റെ പിന്നിലാണ് കറങ്ങി. ലാഭമാണ് എല്ലാത്തിനും ലക്ഷ്യം. ലാഭം വേണം, ഒക്കെ ലാഭം, എല്ലാം ലാഭം. അള്ളാനെ കിട്ടൂല, കിട്ടിയെങ്കിൽ അള്ളാനെ കച്ചവടം ചെയ്യും ലാഭത്തിന് വേണ്ടി. ലാഭമാണ് ലക്ഷ്യം. അല്ല, മനുഷ്യന് അള്ളാനെയും വെക്കും. എന്തിന്? ലാഭത്തിന് വേണ്ടി. മുത്തനബിയെ വെക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിറ്റു, ഇനിയും വെക്കും ലാഭത്തിന് വേണ്ടി. ലാഭമാണ് വിഷയം. മുത്തനബിയെ വിറ്റു, പിന്നെ വെക്കും, ഇനിയും വെക്കും. എന്താ ലാഭം? മനുഷ്യൻ ഈ മനുഷ്യൻ നമ്മുടെ ഒരു സഹോദരനാണ് എന്ന് മനസ്സിലാക്കാൻ മതത്തിൽ നിന്ന് പറ്റൂലെങ്കിൽ ആ മതത്തിന്റെ വ്യാഖ്യാനം തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയാലും ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു നോമ്പ് തുറയിൽ പോയി. അപ്പൊ എന്താ നോമ്പ് തുറയിൽ പോകാൻ? എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞ്. അപ്പൊ തങ്ങൾ എന്നോട് പറഞ്ഞു നോമ്പ് പറഞ്ഞിട്ട് പോവാന്ന്. തങ്ങളുണ്ടായിരുന്നു സാധിക്കലി തങ്ങൾ. ഞാൻ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ എനിക്ക് ഹിന്ദുക്കളും മുസ്ലിമുകളും കൂടിയിട്ട് ഒരു ഏരിയയിൽ ഒരു ഇഫ്താർ സംഘടിപ്പിക്കുന്നത്, തുല്യമായി പൈസ എടുത്ത് അവിടുത്തെ ഹിന്ദുക്കൾ പൈസ എടുത്ത് മുസ്ലിമുകൾ പൈസ എടുത്തൊക്കെ ഇരുന്നു. അപ്പൊ അത് ആ നോമ്പ് തുറയിൽ പങ്കെടുക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊന്ന് പോയിക്കോട്ടെ, എന്റെ നാട്ടിലാണ്. അപ്പൊ അത് നിർബന്ധമായിട്ട് പോകണം, പെട്ടെന്ന് പോയിക്കോളുന്നതാണ്. അങ്ങനെ ഞാൻ ചെന്ന സമയത്ത് 1 മിനിറ്റ് ഉള്ളു വാങ്ങി കൊടുക്കാൻ. 1 മിനിറ്റ്. അപ്പൊ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച എന്താ കണ്ടെന്നറിയും?
100 മുസ്ലിമീങ്ങൾ ഹിന്ദുക്കൾ നിരന്ന് ഇരിക്കുന്നുണ്ട്. ഈ മേശക്ക് മുന്നിൽ ഭക്ഷണം ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. എല്ലാവരും കാരക്കയും കൈപിടിച്ച് ഇരിക്കുക. മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ഒക്കെ ഇരിക്കുന്നുണ്ട്, കാരക്കയും കൊണ്ടിരിക്കുക. അപ്പൊ അതിൻ്റെ ഇടയിൽ 2 ആളുകളിൻ്റെ ഒരു ഹിന്ദുവായ ചെറുപ്പക്കാരൻ 2 മുസ്ലിമീങ്ങൾ എന്നോട് വന്ന് പറഞ്ഞു, ഒക്കെ നോമ്പെടുത്തിട്ടുണ്ട് എല്ലാവരും. അതായത് ആ കോളനിയിലുള്ള ഒരു 8-10 മുസ്ലിം ഹിന്ദു വീടുകളുണ്ട്, ഒരു 10-15 മുസ്ലിം വീടുകളും. അവരെല്ലാവരും കൂടെ ഇന്നലെ എല്ലാവരും നോമ്പെടുത്തിട്ടുണ്ട്. ചില ഓട്ടോറിച്ച് ഓടിക്കുന്നവരാണ്, ചില സാധാരണ കൂലി തൊഴിലാളികളാണ്, ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അവരൊക്കെ ഇന്നലെ നോമ്പെടുത്തിട്ടുണ്ട്. എന്തിന്? ഇന്നലെ ഇഫ്താറാണ് എല്ലാം. ഈ ഒരു നന്മ, ഇതിനേക്കാൾ വലിയ നന്മ എന്താണ്? ഇതിനേക്കാൾ വലിയൊരു നന്മ ഇതിനല്ലാതെ ചിന്തിക്ക്. ഈ ഒരു അടിസ്ഥാനമല്ലേ സത്യത്തിൽ ഇത്? ഈ ഒരു അടിസ്ഥാനം ഇന്ത്യക്ക് ലഭിക്കാനുള്ള കാരണം എന്താ? ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ആദമിന്റെ മണ്ണാണ്. സയ്യിദ്ന ആദം അലൈഹിസ്സലാം ആദമിന്റെ മണ്ണാത്. മഹാനായ സയ്യിദ്ന ആദം അലൈഹിസ്സലാം ആദമിന്റെ മണ്ണായത്. നമ്മൾ ചിന്തിക്കണ്ട, നമ്മളൊക്കെ എന്തിനാണ് മനുഷ്യനിങ്ങനെ അകന്നു പോകുന്നത്? എന്തിന്? മനുഷ്യന്മാരെ കൊണ്ടല്ലേ. അതിന്റെ അപ്പുറം ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. പിന്നെ അതെല്ലാം കൂടെ എനിക്ക് പറയാൻ കഴിയില്ല. പറയുന്നതിനൊരു പരിധി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഒതുങ്ങാണ്. അല്ലാഹു ജല്ല ജലാല സുബ്ഹാൻ 2 വട്ടം പറഞ്ഞില്ലേ അവൻ കരുണയാണ്, അവൻ കരുണയാണ്. എനിക്കതിന്റെ പൊരുൾ ഇപ്പോൾ മനസ്സിലാവണില്ല. എനിക്കത് മനസ്സിലാവണേ ഇല്ല. എനിക്ക് ദുനിയാവിൽ തിരിയാത്തൊരായത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മനസ്സിലാവണമെന്നല്ല എനിക്ക് ആയത്തുണ്ടാണ്. കാരണം അല്ലാഹു കരുണാവാരിധിയാണ്. അല്ലാഹു കരുണയാണ്, വല്ലാത്തൊരു കരുണയാണ്. അടിമയോട് കരുണ കാണിക്കുമ്പോൾ ചിരിക്കുന്ന അള്ളാഹുവിനെ മുത്തുനബി പറയുന്നില്ലേ സല്ലല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ മണ്ണിന് ഈ ഒരു പ്രത്യേകത കിട്ടാനുള്ള ലോകത്തെവിടെ വർഗീയത ഉണ്ടായാലും ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആദമിന്റെ മണ്ണാണ് അലൈഹിസ്സലാം. ഇവിടെയല്ലേ ആദം ഇറങ്ങിയത്? 2 അഭിപ്രായമുള്ളൂ. ഒന്ന്, ആദം മൗണ്ടൈന്റെ പുറത്താണോ അതല്ല ഹിമാലയത്തിന്റെ പുറത്താണോ? ഹിമാലയത്തിൽ ഇറങ്ങി എന്ന് പറയുന്നവർ ഇങ്ങനെ പറയും, വടക്ക് നിന്ന് തെക്കോട്ട് നടന്നു. ആദം മൗണ്ടൈനിൽ ഇറങ്ങി എന്ന് പക്ഷമുള്ള വീക്ഷണക്കാരായ ചരിത്രകാരന്മാർ പറയും, തെക്കിറങ്ങി വടക്കോട്ട് നടന്നു. എന്താണെങ്കിലും ഇന്ത്യയിൽ തന്നെ നടന്നു. സയ്യിദ്ന ആദം, ഉറക്കപ്പറ സയ്യിദ്ന ആദം അലൈഹിസ്സലാം. ആദമിന്റെ മണ്ണല്ലേ. ആദം എന്ന് പറഞ്ഞാൽ അബുൽ ജമീഇ ബശരി, മനുഷ്യർക്കൊക്കെ വാപ്പല്ലേ, ഇതെല്ലാരും നാടല്ലേ, ഇതല്ലേ. അതുകൊണ്ടാണ് സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദോസി മുത്താൻ ഹമാര എന്നാ വലിയ മനുഷ്യൻ പറയാൻ കാരണം. ആ മനുഷ്യൻ വലിയ മനുഷ്യനാണ്. ആ മനുഷ്യന് ഉള്ളറിവുണ്ട്. ഉള്ളറിവില്ലെങ്കിൽ ഒരു ഇഖ്ബാൽ ഉണ്ടാവൂല. അതുകൊണ്ടല്ലേ ഇഖ്ബാൽ മുത്തുനബി എന്ന് പറയുമ്പോഴത്തേന് കരയുന്നൊരു സംഭവം നബി സാഹിബിന്റെ റവാഇ ഇഖ്ബാലിൽ കാണാം. റസൂൽ ഞങ്ങൾ ഇഖ്ബാലിനെ കാണാൻ പോയിട്ട്, രോഗം കാണാൻ പോയി ചെന്ന് ഇഖ്ബാലിന്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ആരോ മദീന എന്ന് പറഞ്ഞപ്പോഴത്തിന് ഇഖ്ബാൽ കരഞ്ഞുപോയി. പൊട്ടി കരഞ്ഞു. ഇഖ്ബാൽ ഇരുന്ന് കട്ടില് രോഗിയാ എന്നിട്ട് ഇരുന്ന് കരഞ്ഞു. മദീന എന്ന് പോലും അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയില്ല, കരഞ്ഞു പോകും. എന്താ കാരണം? ആ നബിയുടെ പേരിൽ അവിടെ തർക്കം കൂടുന്നത്. അതെന്താ ഇഖ്ബാലും വ്യത്യാസം? ഈ ഇഖ്ബാൽ കേംബ്രിഡ്ജ് പഠിച്ച ആളുമാണ്. എന്നിട്ട് എന്താ ഇഖ്ബാൽ പറഞ്ഞത്? ദഖൽതു ഫീ ബുതൂനിൽ ഗർബ് ഫഖറതു മിൻഹാ കമാ ഖറജ ഇബ്രാഹീം മിൻ നാരി നംറൂദ്. നംറൂദിന്റെ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഇബ്രാഹിം ഇറങ്ങിപ്പോന്നത് പോലെയാണ് ഞാൻ യൂറോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് എന്ന് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞു റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ ഒരു വർത്താനാണത്? നംറൂദിന്റെ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ ഇബ്രാഹിമിന്റെ ശരീരത്തിൽ അശേഷം തീയില്ലാത്തതുപോലെ യൂറോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ എന്നിൽ അശേഷം യൂറോപ്യൻ സംസ്കാരം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അതിന്റെ അത് ഉള്ളറിവാണ്. ഇതൊരു പൂങ്കാവനാണ്. ആ പൂങ്കാവൻ എന്തുകൊണ്ട്? ഇവിടെ ബാപ്പ ഇറങ്ങിയ മണ്ണല്ലേ സയ്യിദ്ന ആദം അലൈഹിസ്സലാം. പിന്നീട് അത് ശ്രീലങ്കയിൽ പോയി. അതായത് ശ്രീലങ്കയിലേക്ക് പിന്നീട് വന്നതാകാം. ജോഗ്രഫിക്കലായ ചെറിയൊരു വ്യത്യാസം, വെള്ളം കയറിയതാകാം. അങ്ങനെയൊക്കെ കാലത്തിൽ വരുമല്ലോ. കാലത്തിലൊക്കെ പുഴ മാറും, കടൽ മാറും, അങ്ങനെയൊക്കെ പലതും സംഭവിക്കും. ഉദാഹരണം പറയും, ഇപ്പോൾ ഇവിടെ തന്നെ ബഹുമാനപ്പെട്ട മഹാനായ
അബുൽ വഫ ഷംസുദ്ദീൻ ഷെയ്ഖ് മാമുക്കോയ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മറവ് ചെയ്തത് അവിടെയല്ല, വളരെ അപ്പുറത്താ, കടലില്ല. അന്നത് കടലല്ല, കരയാണ്. പിന്നെ 100 വർഷം കഴിഞ്ഞിട്ട് മാറ്റി മറവ് ചെയ്തതാണ് ഇവിടെ. ഇപ്പോഴത്തെ മക്ബറ അസൽ മക്ബറ അല്ല. ആദ്യമായി മറവ് ചെയ്ത് അസലുണ്ട്, അവിടെ ബഹുമാനപ്പെട്ടവരുണ്ട്. പക്ഷേ 100 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ കോഴിക്കോട്ടെ അക്കാലത്തെ കാളിക്ക് സ്വപ്നം കണ്ട് എന്ത് കടലെടുത്തുപോയി. കടലെടുത്തപ്പോൾ നിങ്ങളെല്ലാരും അവിടെ പുറത്ത് കിടന്നിട്ട് എന്നെ വെള്ളത്തിലാക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ പോയി മാന്തി അതിൻ്റെ ഉള്ളിലാ. പിന്നെ കൊണ്ടുവന്നു. പിന്നെ രണ്ടാമത്തെ മറവ് ചെയ്തതാണ്. അന്ന് കടലാണ്, ആ മറവ് ചെയ്ത സ്ഥലം ഇന്ന് കടലാണ്. പിന്നെ രണ്ടാമത്തെ മറവ് ചെയ്തതാണ് ഈ ഷെയ്ഖിന്റെ പള്ളി. ഇത് ചരിത്രമാണ്, ഇതും ചരിത്രമാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കാം, കാലത്തിൽ വ്യത്യാസം വരുന്നത് പോലെ ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അന്ന് ഇന്ത്യയും ശ്രീലങ്കയും ഒന്നാണ്. ശ്രീലങ്ക എന്നൊരു നാട് വേറെ ഇല്ല. പിന്നീട് എന്തായിപ്പോയി, അത് കാലാന്തരത്തിൽ വെള്ളം എടുത്തു. വെള്ളം അതിന്റെ ഇടയിൽ കയറി വന്നു. കാലാന്തരത്തിൽ ഭൂമിക്ക് വരുന്ന ചില വ്യത്യാസങ്ങൾ, ചില ഭൂമി കുലുക്കങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഏതായാലും രാമനാഥപുരത്ത് നിന്ന് 25 മിനിറ്റ് സ്പീഡ് ബോട്ടിൽ പോയാൽ 25 മിനിറ്റിൽ കൊളംബോയിലെത്തും. തിരുവനന്തപുരത്ത് നിന്ന് 1/2 മണിക്കൂർ കഷ്ടിച്ച് കൊളംബോയിലെത്തും. അതാ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരുന്ന അത്രയും ദൂരം തന്നെയുള്ള അങ്ങോട്ടും. ഇത്ര വലിയ ഒരു ഈ നാടാണത്, ഇതിലേക്ക് ചേർക്കപ്പെട്ട നാടാണ്. ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് നടക്കിയിരുന്നു ആ മനുഷ്യൻ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം അലൈഹിസ്സലാം. അതിൽ വന്നാണ് ഈ പാറപ്പള്ളിയിൽ വരുന്നത്. പാറപ്പള്ളിയിൽ ഇപ്പോഴും ആ കാൽപ്പാദമുണ്ട്. ആ കാൽപ്പാദം മഹാനായ സയ്യിദുനാ ആദമിന്റെ കാൽപ്പാദമാണെന്ന് താരീഖ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല മഹാന്മാരും പറഞ്ഞതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസ്റാറിന്റെ ഷെയ്ഖായിരുന്ന ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി പോലും അത് അങ്ങനെയായി സമ്മതിച്ചതായി ബഹുമാനപ്പെട്ടവരുടെ ഖാദിമീങ്ങൾ എഴുതിയ ലേഖനത്തിൽ കാണുന്നുണ്ട്. അത് നബിയുടെ കാൽപ്പാദം തന്നെയാണ്. ഇങ്ങനെ ഒരു മണ്ണാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മണ്ണാണ് ഈ മണ്ണ്, ഇന്ത്യ. ലോകത്തൊരൊറ്റ ഭാഷയിൽ മാത്രമേ മനുഷ്യനെ ആദമി എന്ന് പറയുള്ളൂ. അറബികൾ മനുഷ്യനെ ഇൻസാൻ എന്ന് പറയും, ഇംഗ്ലീഷുകാർ മാൻ എന്ന് പറയും. ഇന്ത്യയിൽ മാത്രം ആദമി എന്ന് പറയും. ഏ ക്യാ ആദമി ഹേ, ഓ കൈസ ആദമി ഹേ, ഓ അച്ഛാ ആദമി ഹേ. ആദമി എന്നുള്ള ആദമിലേക്ക് ചേർക്കപ്പെട്ടവൻ ആദമി. കാരണം ആദമിന്റെ മണ്ണാത്. ആദമിന്റെ മണ്ണിൽ ആദമി തന്നെ പറയാം മനുഷ്യന്. ഇവിടെ ആദമി എന്ന് പറയാം, ഉറുദുവിൽ ആദമി എന്ന് പറയും, ഹിന്ദിയിലും ആദമി എന്ന് പറയാം. അതാണല്ലോ ഇവിടെ പ്രധാന അടിസ്ഥാന ഭാഷകൾ. ആദമി എന്ന് പറയാം. അത് നോക്കൂ നിങ്ങൾ, ഈ ഭാഷയുടെ പോലെ ഒരു പ്രത്യേകത. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആദമിന്റെ നാടാണ് സയ്യിദുനാ ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുത്രൻ ഹാബീലിനെ റഹ്മത്തുള്ളാഹി അലൈഹി ഖാബീൽ കൊല്ലുന്ന രംഗുണ്ട്. ഒരഭിപ്രായം, പ്രധാനപ്പെട്ട അഭിപ്രായവുമാണ്. ഒരഭിപ്രായം അത് രാമേശ്വരത്താണ്. അതായത് അവസാനത്തെ മരണപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാമിനെ മറവ് ചെയ്ത അതിന്റെ ഒരു പൂങ്കാവനാണ്. ഇവിടെ വിദ്വേഷം വളരെ എന്തുകൊണ്ട് കോണ്ടുനായരുമാം തങ്ങളും തമ്മിൽ അട്ടില. നാളെ പൂർണ്ണം നിരോധിച്ചു, നിനക്കെന്ത്? പിറ്റേന്നാൾ ചേമ്പ് നിരോധിച്ചു, നിനക്കെന്ത്? പിറ്റേന്നാൾ ചേന നിരോധിച്ചു, നിനക്കെന്ത്? പിറ്റേന്നാൾ വാഴക്ക നിരോധിച്ചു, നിനക്കെന്ത്? ബോധമില്ല, ഒരു ബോധമില്ല. അപ്പോഴത്തിന് അതിനെ കുറിച്ച് വർഗീയ ചില വിഘടനവാദികൾ, ഭീകരവാദികളോ ആർക്കും ശരിയല്ല, ആലിമ്യങ്ങൾ ശരിയല്ല, മൂല്യന്മാർ ശരിയല്ല, തങ്ങന്മാർ ശരിയല്ല, ഹിരാബിബരൊന്നിച്ചില്ലേ, ഞങ്ങൾ അങ്ങനെയാക്കി. എന്താണ് ഈ പറയുന്നത്? പോത്ത് നിരോധിച്ചാൽ കൊളസ്ട്രോൾ കുറച്ച് കുറയുന്നല്ലാതെ എന്ത് പ്രശ്നം? എന്ത് ഇപ്പൊ പ്രശ്നം എന്താണ്? ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി എന്നിട്ട് എന്തേ നമ്മളെ വല്യാപ്പാർ സമരം ചെയ്യാഞ്ഞു? കാട്ടുപോത്ത് നിരോധിച്ചില്ലേ? നരേന്ദ്രമോദി അല്ലല്ലോ. കാട്ടുപോത്ത്, മുയല്, കൂരന്, മാന്, കലമാന്, ഇതൊക്കെ എമ്പാടും ഞങ്ങൾ നിലമ്പൂർക്കാർ തിന്നിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് വാപ്പ വെടിക്കും, വാപ്പാന്റെ കയ്യിൽ ഇരട്ടക്കൊയല തോക്കുണ്ടായിരുന്നു. വാപ്പയെ കുറച്ച് ആളുകൾ പഠിക്കും.
വെടിക്ക് പോയാൽ നല്ല തോക്കുണ്ടായിരുന്നു വാപ്പയുടെ കയ്യിൽ. വാപ്പയും കുറച്ച് ആളുകളും അന്നെന്ത് അങ്ങനെ എന്റെ കുട്ടിക്കാലത്ത് 40-45 കൊല്ലം മുമ്പ്. അപ്പൊ എപ്പോഴും ഏകദേശമൊക്കെ സമയങ്ങൾ വീട്ടിൽ കാട്ടിറച്ചി ഉണ്ടാവും, ഒരിക്കൽ മുയലിറച്ചി അല്ലെങ്കിൽ മാനിറച്ചി എന്തെങ്കിലും ഉണ്ടാവും. മൂത്താപ്പട കല്യാണം, കാട്ടുപോത്ത് അറുത്താണ് കഴിച്ചത് എന്ന് പല പട്ടവും ബാപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ട്. മൂത്താപ്പാന്റെ കല്യാണം, എന്റെ മൂത്താപ്പ കല്യാണം കഴിച്ചപ്പോൾ ചന്തയിൽ നിന്ന് പോത്ത് വാങ്ങിയില്ല, കാട്ടുപോയി അള്ളാന്റെ പോത്തിനെ പിടിച്ച്. അത് നിരോധിച്ചില്ലേ ഇന്ദിരാഗാന്ധി? എന്നിട്ട് നമ്മൾ വലിയ സമരം ചെയ്യാഞ്ഞു. അത് കിട്ടിയതൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. പ്രശ്നം എല്ലാവർക്കും ഇതന്നെ വർത്താനം. വോട്ട് നിരോധിച്ചു, വാക്കാളെ നിരോധിച്ചു. എന്താണ് ഈ പറയുന്നത്? എന്ത് ഒരു ബോധവും ഇല്ല. അത് മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന പ്രശ്നേയല്ല. അത് ഇന്ത്യയിലെ 125 കോടി ജനങ്ങളുടെ ഭക്ഷ്യ സ്വാതന്ത്ര്യത്തിൽ പ്രധാനമന്ത്രി കൈവച്ചതാണ്. അപ്പോൾ അദ്ദേഹം അസ്വാതന്ത്ര്യപ്പെടുത്തിയത് ഇന്ത്യയിലെ 125 കോടി മനുഷ്യരെയാണ്, മുസ്ലിമീങ്ങളെയല്ല. മുസ്ലിമീങ്ങൾക്ക് എന്ത്? മുസ്ലിമീങ്ങൾക്ക് പോത്ത് കിട്ടിയതൊന്നും കിട്ടിയൊന്നുമില്ല. കൂരൻ, മുള്ളൻ, മുയല് കിട്ടിയതൊന്നും. പിന്നെയും വേട്ട നിരോധിച്ചല്ലോ ഇന്ദിരാഗാന്ധി. വേട്ടയിൽ ഖുർആനിൽ പറഞ്ഞില്ലേ ഇദാ ഹലൽതും ഫസ്താണെന്ന്. പ്രധാനമന്ത്രിക്ക് മനസ്സിലായി. പ്രധാനമന്ത്രിക്ക് ഇപ്പോഴാണ് അമളി ബോധ്യപ്പെട്ടത്. പ്രധാനമന്ത്രിയുടെ മന്ത്രാലയങ്ങൾ മനസ്സിലാക്കുന്നത് മുസ്ലിമീങ്ങൾക്ക് വലിയ നിർബന്ധപ്പെട്ട സാധനമാണ് പോത്ത് എന്നാണ്. പോത്ത്, കാള, എരുമ, പശു ഇതൊക്കെ വലിയ വിഷയമാണെന്നാണ്. അതിൽ ആലിമീങ്ങൾ അത് അന്ന് പ്രതികരിച്ച അതൊന്നും ഇസ്ലാമുമായി ബന്ധപ്പെട്ട സാധനമല്ല, കിട്ടിയാൽ കഴിക്കും, അത്രയേ ഉള്ളൂ. ഇത് അവർ വിചാരിച്ചത് ഇതുമ്മൽ ഈ സമുദായത്തെ കെട്ടി നിർത്താന്ന് ചില വർഗീയവാദികൾ വിചാരിച്ചു പോയി. ടിൻറ്റുമോന്റെ മൊബൈൽ ഒരാൾ കട്ടുപോയപ്പോൾ ടിൻറ്റുമോൻ പറഞ്ഞു അത്രേ, അങ്ങനെ ഒരു ഫലിതുണ്ട്. ടിൻറ്റുമോന്റെ മൊബൈൽ കട്ട് ഒരാൾ ഓടി, ഒരു ഫലിതാണ്. അപ്പൊ ടിൻറ്റുമോൻ പറഞ്ഞു അത്രേ, നീ ഓടിക്കോ, ഞാൻ നിന്റെ കൂടെ ഒന്നും വരില്ല, നീ ഓടിക്കോ, ചാർജർ നിന്റെ കയ്യിലായതുകൊണ്ട് ചാർജ് തീർന്നാ ഇജ്ജ് ഇവിടെ വരാതിരിക്കൂല. എന്ന പോലത്തെ ഒരു ടിൻറ്റുമോനായതാണ് സത്യത്തിൽ ഈ വിഷയത്തിൽ സെൻട്രൽ സർക്കാരിന്റെ ഇത് നിരോധിച്ച മന്ത്രാലയത്തിന് ഇത് സത്യത്തിൽ ടിൻറ്റുമോന്റെ ഫലിതത്തിൽ അവർ അമളി പറ്റിപ്പോയതാണ്. RSSന് മാത്രം കഴിഞ്ഞ വർഷം ബീഫ് വിറ്റിട്ട് ലാഭം 27,000 കോടി രൂപയാണ്. 27,000 കോടി രൂപ RSSന് ലാഭമാണ് കഴിഞ്ഞ വർഷം. ബീഫ് നിരോധനം നിലനിന്നാൽ നഷ്ടം സംഭവിക്കുക അവർക്കാണ്. ഇവിടെ കാര്യങ്ങളെ മനസ്സിലാക്കണം. കാര്യങ്ങളെ മനസ്സിലാക്കാതെ അനവസരത്തിൽ പെരുമാറുക. അത് എന്ത് സംഭവിക്കുമെന്നാൽ എന്താ സംഭവിക്കുക? നിലവിലുള്ള കാലഘട്ടത്തിലെ അന്യ സമുദായക്കാർക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ അതുവഴി പ്രയാസം നേരിടും. ആ പ്രയാസം മുസ്ലിമീങ്ങൾക്ക് വലിയ ആപത്തുണ്ടാക്കും. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട 400 ഹിജ്റ AD 1607 ഒരു അഭിപ്രായ പ്രകാരം ഖാളി മുഹമ്മദ് വഫാത്താവുന്നു റഹ്മത്തുള്ളാഹി അലൈഹി. 1616 കാണുന്നുണ്ട്, 1607 ഉണ്ട് അഭിപ്രായം. അപ്പൊ ആ കൊല്ലമാണ് മൊഹീദ്ദീൻമാല പൂർത്തിയായതും. ആ മഹാനാണ് ഇപ്പൊ ഈ സാമൂതിരിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കവിത എഴുതിയത്. ഫത്ഹുൽ മുബീനാണ് ഇപ്പൊ പറഞ്ഞത്. ഫത്ഹുൽ മുബീനിൽ നിന്നാണ് ഞാൻ ഈ വായിച്ചത്. ചിന്തിച്ചോക്ക്. സാമൂതിരിയോ ഇവിടെ KP രാമണ്ണി സാർ പറഞ്ഞില്ലേ, സാമൂതിരിയോ സ്ഥലത്തെ ഇങ്ങനെ റോന്ത് ചുറ്റിക്കും. വല്ല മുസ്ലിമീങ്ങളും സാമൂതിരിയുടെ കാലത്ത് എവിടെയെങ്കിലും മുസ്ലിം വെള്ളിയാഴ്ച ജുമാ സമയത്ത് പുറത്തുണ്ടെങ്കിൽ പിടിച്ച് ജയിലിലിടും. ജുമാക്ക് പോകാത്ത സകല മുസ്ലിമിനെയും സാമൂതിരി ജയിലിൽ, പിന്നെ ഒരാഴ്ച ജയിലിൽ കിടക്കണം. അതാ ശിക്ഷ. എന്താ ശിക്ഷ എന്നറിയോ? സാമൂതിരിയുടെ കാലത്ത് മുസ്ലിമീങ്ങൾ ജുമാക്ക് പോയില്ലെങ്കിൽ വലിയ പേടിയാ, പിടിച്ചിട്ട് ജയിലിലിടും. ജയിലിലിട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ജയിലിൽ നിന്ന് ഇങ്ങനെയുള്ള ആളുകളെ കുതിരണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി ഒരാഴ്ച ലോക്കപ്പ് കിടക്കണം. ഏതുവരെ? ഒരു വെള്ളിയാഴ്ച പിടിച്ച അടുത്ത വെള്ളിയാഴ്ച രാവിലെ കുളിപ്പിച്ച് അലക്കി കുളിപ്പിച്ചതിന് ശേഷം
ജയിൽ വാർഡർമാര് എന്ത് ചെയ്യും? കുതിരവണ്ടിയിൽ കയറ്റിയിട്ട് ഏതെങ്കിലും ജുമാഅത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് പട്ടാളം കാവൽ നിൽക്കും, ഇടയ്ക്ക് വായുണ്ടോ നോക്കാൻ. എന്നിട്ട് ജുമാ കഴിഞ്ഞതിന് ശേഷം പോലീസുകാർ ഇനി മേലാൽ ഇങ്ങനെ ചെയ്തു പോകരുതെന്ന് ഉപദേശിക്കും. ഹിന്ദുവായ പട്ടാളക്കാർ. എന്നിട്ടാണ് ജയിലിന് വിടുക. അതാണ് ശിക്ഷ. ആരത് ചെയ്തത്? ഉമർ ബിൻ അബ്ദുൽ അസീസ് അല്ല ചെയ്തത്, മാനവിക്രമൻ സാമൂതിരി. ഹിന്ദു മതവും ഇസ്ലാമിനോട് എന്ത് പ്രശ്നമുള്ളത്? വെള്ളിയാഴ്ച ജുമാ നിസ്കാരങ്ങളിൽ ദ്വാർന്നിരുന്നു സാമൂതിരിക്ക് വേണ്ടി. സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, പിന്നെ അലി ബിൻ അബി ത്വാലിബ്, ഹംസ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇത് കഴിഞ്ഞാൽ പിന്നെ വാലി കേരള സാമൂതിരി വാലിക്ക്, സാമൂതിരി രാജാവിന് വേണ്ടി ദ്വാർക്കുക. എവിടെ? മിമ്പറിന് ദ്വാർക്കുക. ആർക്ക് വേണ്ടി ദ്വാർക്കുക? പറ. ഹിന്ദുവായ രാജാവിന് വേണ്ടി ദ്വാർക്കുക. എവിടുന്ന് ദ്വാർക്കുക? നൂറ്റാണ്ടുകളോളം സാമൂതിരി രാജാക്കന്മാർക്ക് വേണ്ടി ദ്വാ ചെയ്തിരുന്നു. ഏകദേശം കോഴിക്കോട്ടെ പള്ളികൾ എല്ലാം സാമൂതിരി രാജാവ് സാത്വികരായ മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളെ സഹകരിച്ച് സാമൂതിരി രാജാക്കന്മാര് പണി കഴിച്ചത്. ഇന്ന് കാണുന്ന ഏകദേശ പള്ളികളെല്ലാം അങ്ങനെയാണ്. കോഴിക്കോട്ടെ പള്ളികളെ കുറിച്ച് പറയുന്നുണ്ട്. ഏകദേശ പള്ളികളൊക്കെ അങ്ങനെയാണ്. കെ ബാലകൃഷ്ണൻ കുറുപ്പിന്റെ കോഴിക്കോട് ചരിത്ര വിശാരദനായ കെ ബാലകൃഷ്ണൻ കുറുപ്പിന്റെ കോഴിക്കോടിന്റെ ചരിത്രം. 8-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഉത്തരേന്ത്യൻ മാതൃകയിലുള്ള ഹിന്ദുമതം മലബാർ രൂപം കണ്ടതെന്ന് നേരത്തെ പ്രസ്താവിച്ചല്ലോ. 11-ാം നൂറ്റാണ്ടോടെ ഇസ്ലാം മതവും ഇവിടെ പ്രചരിക്കാൻ തുടങ്ങി. മലബാറിലെ ഹൈന്ദവ യാഥാസ്ഥികത്വത്തിന് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലേതുപോലെ പഴക്കമില്ലാത്തത് കൊണ്ട് ഇവിടുത്തുകാർക്ക് പുതിയ മതങ്ങളെയോ സിദ്ധാന്തങ്ങളെയോ സ്വീകരിക്കുന്നതിന് വലിയ മാനസിക പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഏത് പുതിയ മതവിഭാഗത്തെയും രാഷ്ട്രീയ ചിന്താഗതിയെയും മലബാർ ഇപ്പോഴും തുറന്ന ഓർമ്മക്ക് വേണ്ടി സാമൂതിരി രാജാവ് പണം കൊടുത്ത് അസിന് പണി കഴിപ്പിച്ച പള്ളിയാണ് മൊഹീദ്ദീൻ പള്ളി. ചിന്തിക്കുക. ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി സാമൂതിരി കൊടുത്ത സ്ഥലത്ത് പണി കഴിപ്പിച്ചതാണ് പട്ടാളപ്പള്ളി. ഇതൊക്കെ ഇതിന്റെയൊക്കെ ചരിത്രം നമ്മൾ ചിന്തിക്കണം. ഇവിടെ ലോക ചരിത്രത്തിന് മാതൃകയായ ഒരു ജനവിഭാഗം ഇവിടെ ജീവിച്ചിരുന്നു എന്ന് വളരെ പെട്ടെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അത് ഇന്ത്യ രാജ്യത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയുള്ള കവിത കേട്ട് പിന്നെ നേരെ മങ്ങാട്ടച്ചൻ എന്ത് ചെയ്ത് സാമൂതിരി ദർബാറിൽ പോയി പറഞ്ഞു, പ്രഭോ നമ്മുടെ കുഞ്ഞായി മുസ്ലിയാര് പുണ്യനബിയെ പറ്റി വലിയൊരു കവിത എഴുതിയിട്ടുണ്ട്, 600 വരികളുള്ള അതിമനോഹരമായ കവിതയാണ്, ഞാനത് കേട്ടു. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്നാൽ നാളെ രാവിലെ തന്നെ ആ കവി രാജദർബാറിൽ ഹാജരാകാൻ പറയൂ. കവിതയും കൊണ്ട് പിറ്റേന്ന് രാവിലെ മഹാനായ കുഞ്ഞായി മുസ്ലിയാർ രാജദർബാറിൽ ഹാജരായി ഈ കവിത ചൊല്ലി കേൾപ്പിച്ചു. കവിത ഇങ്ങനെ കേട്ടപ്പോൾ രാജാവ് ഇങ്ങനെ താളം പിടിച്ചു എന്നാണ്. രാജാവ് മേശയിൽ അടിച്ചുകൊണ്ട് എതിരേറ്റു. പിന്നെ പറഞ്ഞു, ഇത് കേരളമാകെ പ്രചരിപ്പിക്കാനുള്ള പണം ഞാൻ നൽകാം. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നൂൽമദ്ഹ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട നൂൽമദ്ഹ് പല രീതികളിലും കാണാം. നൂൽമദ്ഹിന്റെ രീതിയിൽ കപ്പപ്പാട്ടിന്റെ രീതിയൊക്കെ കാണാം. ഈ നൂൽമദ്ഹാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ മൗലിദ് കാവ്യം എന്ന് വിചാരിക്കുന്നു. ആ മൗലിദ് കേരളത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി പണം കൊടുത്തത് സാക്ഷാൽ സാമൂതിരിയാണ്. ഇവിടെ ശ്രീധരൻ പറഞ്ഞത് എത്ര വലിയ സത്യമാണ്. മുക്കുവകുടിലുകളിൽ 3 ആൺകുട്ടി ജനിച്ചാൽ ഇവിടെ ഉണ്ടല്ലോ സെൻട്രൽ ലൈബ്രറിയിൽ, കോഴിക്കോട്ടെ സെൻട്രൽ ലൈബ്രറിയിൽ സാമൂതിരി രാജാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റുകൾ, തിട്ടൂരങ്ങൾ കിട്ടും. നിങ്ങൾ സെൻട്രൽ ലൈബ്രറിയിൽ പോയി അതൊന്ന് പരിശോധിച്ചു നോക്ക്. സാമൂതിരി രാജാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റുകൾ, അവരുടെ കൽപ്പനകൾ, തിരുവുത്തരങ്ങൾ, ഉത്തരവുകൾ, തിട്ടൂരങ്ങൾ. എന്താ ഒരു തിട്ടൂരം? കടപ്പുറത്ത് താമസിക്കുന്നവര് 3 ആൺകുട്ടി ഹിന്ദുക്കള് 3 ആൺകുട്ടികൾ ഉണ്ടായാൽ 4ാമത്തെ ആൺകുട്ടിയെ നിർബന്ധമായും മുസ്ലിമാക്കണം.
അങ്ങനെ നാലാമത്തെ ആൺകുട്ടികളെ എല്ലാ ഹിന്ദുക്കളും മുസ്ലിംകാക്കി കോഴിക്കോട്ടെ ഏരിയയിൽ മൊത്തം. എന്നിട്ട് അവര് അച്ഛന്റെ അമ്മയുടെയും കീഴിൽ ജീവിച്ചു. അച്ഛന് ഹിന്ദു, അമ്മ ഹിന്ദു, ഏട്ടന്മാര് ഹിന്ദു, എന്നാൽ നാലാമത്തെ മോൻ മുസ്ലിം. എന്നിട്ട് ഇവര് ക്ഷേത്രത്തിൽ പോവും, ഈ മോൻ പള്ളിയൊക്കെ പോവും. സാമൂതിരി രാജാവിന്റെ കാലത്തെ കഥ ഈ പറയുന്നത്. ഇങ്ങനെ മുക്കുവക്കുടിലുകളിൽ വളർന്ന കുട്ടികൾ, മുസ്ലിങ്ങളായ കുട്ടികളെ പിന്നീട് മുസ്ലിമീങ്ങൾ എന്ന പേരിൽ പറഞ്ഞു. ആ വാക്ക് ലോപിച്ചാണ് കടപ്പുറത്തെ ജനങ്ങൾക്ക് പുയിസ്ലാമാർ എന്ന പേര് വന്നത് ചരിത്രം എന്ന് സി കെ കരീം സാഹിബ് പറയുന്നുണ്ട്. മനസ്സിലായില്ല? കടപ്പുറത്തെ ആളുകൾക്ക് ഒരു പേരുണ്ടല്ലോ, കടപ്പുറത്തൊരു പേരുണ്ടല്ലോ, എന്ത്? പുയിസ്ലാമാർ. എന്താ ഈ കടലിൽ പോകുന്നവർക്ക് എന്താ ഈ പുയിസ്ലാമാർ? അതിന്റെ അസൽ എന്താ? പുതുമുസ്ലിമീങ്ങൾ. മുക്കുവക്കുടലുകളിൽ ഹിന്ദുക്കളായ അച്ഛനും അമ്മയും രാജാവിന്റെ കൽപ്പന പ്രകാരം നാലാമത്തെ മോനെ മുസ്ലിമാക്കി. നിങ്ങൾ ചിന്തിക്കണം, ഇവിടുത്തെ സൗഹാർദ്ദത്തിന്റെ ചരിത്രമാണ് പറയുന്നത്. ഇസ്ലാം അത്ര വലിയ മതമാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അത് വല്ലാത്ത സഹിഷ്ണുതയിലാണ് ഈ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. സഹിഷ്ണുത എന്ന വാക്ക് പോലും പറയരുതെന്ന് പറഞ്ഞല്ലോ. സഹിക്കാൻ സഹിക്കാത്തതിനൊക്കെ സഹിക്കുക എന്നാണ് സഹിഷ്ണുത എന്ന വാക്കിന്റെ അർത്ഥം. സ്നേഹം, പരസ്പര പൊരുത്തം. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഏറ്റവും മനോഹരമായി കവിത എഴുതിയത് യൂസുഫ് അലി കേച്ചേരിയല്ല, ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായി കവിത എഴുതിയത് യൂസുഫ് അലി കേച്ചേരിയല്ല, വള്ളത്തോൾ മഹാകവിയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ കവിതയെ കവച്ചു വന്നൊരു കവിത വള്ളത്തോൾ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ വർണ്ണിച്ചതുപോലെ വർണ്ണിക്കാൻ ഒരു മുസ്ലിം കവിക്ക് പോലും കഴിഞ്ഞിട്ടില്ല. മുഅ്മിനീങ്ങളെ, ബക്കറ്റ് വരുന്നുണ്ട്, എല്ലാവരും ബക്കറ്റ് അങ്ങോട്ട് വിട്ടാ പോരാ. അതിലൊരു 500 ഉറുപ്പിക ഇട്ട് കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ ചെയ്യണം. ഒരു 500 ഉറുപ്പിക, ഒരു 2000 ഉറുപ്പിക ഇട്ട് കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെയും ചെയ്യണം. ഇന്ന് 25 പോകുന്ന രാത്രിയാണ്, ഇനി ഇതിലേക്ക് കയറുകയാണ്. ഇത് ഖുർആന് വേണ്ടിയുള്ള ഒരു മജ്ലിസാണ്. അതുകൊണ്ട് ഒരു 2000 ഉറുപ്പിക അതിൽ ഇട്ട് കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യണം. 500 കഴിയണമെങ്കിൽ അങ്ങനെ ചെയ്യണം, 1000 കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം. ബാക്കി അവരവരുടെ സൗകര്യം പോലെ ചെയ്യണം. ഇതൊരു പ്രധാനപ്പെട്ട പരിപാടിയാണ്, ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇത് നിർബന്ധമായും ഈ പരിപാടി ഭംഗിയാവണമെന്ന് മാത്രമല്ല, ഇതിനൊരു കടമുണ്ടാക്കാൻ പാടില്ല. ഇതിൽ നിന്ന് കിട്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ദാറുൽ ഖുർആൻ നടന്നു പോകുന്നത്, നിങ്ങൾക്കൊക്കെ അറിയാലോ. അതാണ് ഇതിന്റെ ലാഭം. അതുകൊണ്ട് എല്ലാവരും പെട്ടി അങ്ങോട്ട്, ബക്കറ്റ് അങ്ങോട്ട് പോയാൽ പോരാ. കണ്ടടിലേശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം, നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു നിരസ്ത വിശ്വാസേപിയക്കാർ. കുറുമ്പു മാറാത്ത ഖുറൈശി ബര്യർ കോതിക്കൊടുത്തേൻ പലവട്ടവും താൻ. ഈ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ലാഹു സർവാധിപശക്തനേകൻ. വള്ളത്തോളിന്റെ കവിയാ മുത്തുനബി വർണ്ണിക്കുക, മുത്തു മുഹമ്മദ് മുസ്തഫ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വള്ളത്തോൾ മഹാകവി മുത്തുനബിയെ വർണ്ണിക്കുക, മുത്തു മുഹമ്മദ് മുസ്തഫ. ആരാ വള്ളത്തോൾ എന്ന് പറഞ്ഞാൽ? ശുദ്ധ ബ്രാഹ്മണൻ, ശുദ്ധ ബ്രാഹ്മണൻ, ഷർട്ടിടാത്ത ശുദ്ധ ബ്രാഹ്മണൻ. നിങ്ങൾ കലാമണ്ഡലം, അദ്ദേഹത്തിന്റെ പേര് സർക്കാർ പിന്നീട് വഖഫ് സ്വത്തായി കൊടുത്തത് ആ കലാമണ്ഡലം. കലാമണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ വലിയൊരു കൂറ്റൻ പ്രതിമയുണ്ട് കലാമണ്ഡലത്തിന്റെ മുന്നിൽ ചെറുതുരുത്തിയിൽ. ഞാൻ ഈ ഒരു ഇഷ്ടം കൊണ്ട് അതുവഴി പോകുമ്പോൾ എപ്പോഴും കലാമണ്ഡലത്തേക്ക് ഒന്ന് ഇങ്ങനെ നോക്കി പോകും. എന്നും ഞാൻ ആ വഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ ചെറുതുരുത്തിയിൽ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഞാൻ ആ ഭാഗത്തൊന്ന് ഇങ്ങനെ നോക്കും. എന്തുകൊണ്ട്? എനിക്ക് വള്ളത്തോളിനോട് ഒരു ഇഷ്ടം. എന്തുകൊണ്ട്? മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഇങ്ങനെ വർണ്ണിച്ച ഒരു മുസ്ലിം കവി പോലുമില്ല. പുണ്യ മുഹമ്മദ് മുസ്തഫ എന്തൊരു മനോഹരമായ വർണ്ണനയാണ്. കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം, നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു നിരസ്ത വിശ്വാസേപിയക്കാർ.
കുറുമ്പുമാറാത്ത ഖുറൈശി വര്യർ കോടിക്കൊടുത്തേൻ പലവട്ടവും താൻ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ലാഹു സർവാധിപശക്തനേകൻ. ഇവർക്കിരുട്ടെ പ്രിയമിത്രമൂടി കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസിതേടോ. അധർമ്മമേനിൻ കെടുമഞ്ഞു വീഴായി ഗഹമ്മന സജ്വരമായ നെഞ്ചിൽ ചന്ദ്രാർക്കരെ കൈകളിൽ വെച്ചു തന്നാൽ പോലും നിർത്തില്ലിവനി പ്രയത്നം. ഇതൊക്കെയാവാം നിനവായിരത്തി 300 കൊല്ലത്തിനു മുമ്പൊരിക്കൽ മക്കായിലെ കൈ വഴിയൊന്നിലൂടെ നടന്നു പോവും നബി തൻ മനസ്സിൽ. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിമനോഹരമായി വർണ്ണിച്ചിരിക്കുകയാണ് ഹൈന്ദവനായ ശുദ്ധ ബ്രാഹ്മണനായ കവി. കവിയുടെ വർണ്ണന കേട്ടാൽ നമ്മൾ ആന്തിച്ചു പോകും. അദ്ദേഹം ഒരു കൂടപ്പിറപ്പിനെ വർണ്ണിക്കും പോലെയാണ്, അദ്ദേഹം തന്റെ ആരാധ്യ പുരുഷനെ വർണ്ണിക്കും പോലെയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ വർണ്ണിച്ചിട്ടുള്ളത്. ചിന്തിക്ക്. ഈ സാമൂതിരിയും ഈ മങ്ങാട്ടച്ചനും ഈ വള്ളത്തോളുമെല്ലാം വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ കഴിഞ്ഞവരാണല്ലോ. മിസ്കാൽ പള്ളിക്ക് നാഹൂഡ മിസ്കാൽ 800 കൊല്ലം മുമ്പ് സ്ഥാപിച്ച പള്ളിയാണ് കോഴിക്കോട്ടെ മിസ്കാൽ പള്ളി. മിസ്കാൽ പള്ളി തകർക്കാൻ വേണ്ടി പോർച്ചുഗീസുകാർ വന്നപ്പോൾ 500ഓളം നായർ പടയാളികൾ വന്നിട്ട് എന്ത് ചെയ്ത് മിസ്കാൽ പള്ളിക്ക് ചുറ്റുവളഞ്ഞു നിന്ന് ഞങ്ങളെ ശരീരം ശ്മശാനത്തിന്റെ പട്ടടയിലേക്ക് എടുക്കാതെ, ഞങ്ങളെ ചെടയിലേക്ക് എടുക്കാതെ മിസ്കാൽ പള്ളിയുടെ ഒരു കല്ലിന് കേടുപറ്റാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ലാണ് 500ഓളം നായർ പടയാളികൾ പറഞ്ഞ ഒരു നാടാണ് ഈ കോഴിക്കോട്. എന്റെ ഇവരൊന്നും ഹിന്ദുക്കളായിരുന്നില്ലേ? എന്റെ ഈ പറഞ്ഞവരൊന്നും മുസ്ലിങ്ങളായിരുന്നില്ലേ? എന്റെ ഇവർക്കൊന്നും കാര്യം തിരിഞ്ഞിരുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കും, മനുഷ്യ എന്താണ് മനുഷ്യരെ ഈ അകൽച്ചയുടെ അടിസ്ഥാനം? ഇത് രാഘവൻ നായരുടെ അമൃതവാണിയാണ്. 6600 ചില്ലാനം ആയത്ത് മലയാളത്തിൽ കവിതയാക്കി എഴുതിയിട്ടുണ്ട്. KG രാഘവൻ നായരുടെ അമൃതവാണിയാണിത്. ഇതൊരു അത്ഭുതമാണ്. ഇതെങ്ങനെ ആ മനുഷ്യന് കഴിഞ്ഞോ എന്ന് അത്ഭുതം. എങ്ങനെ കഴിഞ്ഞത്, എങ്ങനെ കഴിയാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോവുക. കാരണം എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആന് എന്ന് പറഞ്ഞ ഈ ഗ്രന്ഥം ഇത് പരിഭാഷപ്പെടുത്തുമല്ല, അത് കവിതയാക്കാം. 6000 ചില്ലാനം ആയത്തുകൾ കവിതയാക്കി അമൃതവാണി KG രാഘവൻ നായർ. ഞാൻ നിങ്ങൾക്ക് ഒരു ഭാഗം വായിച്ചല്ല കവിത. ഞാന് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة لا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. ഹമീം സജദിലെ ഈ വരിയുടെ ഒരു വ്യാഖ്യാനം മാത്രം ഞാൻ കണ്ടു. 6000 ചില്ലാണ് ആയത്ത്. KG രാഘവൻ നായർ. അയാള് രാഘവൻ നായരായി മരിക്കും ചെയ്തു. പക്ഷെ ഖുർആനോടുള്ള ഇഷ്ടം
മുസ്ലിമീങ്ങളോടുള്ള ഇഷ്ടം. എന്നാൽ അദ്ദേഹം മതം മാറി വേറെ അതൊന്നുമല്ല, അദ്ദേഹം രാഘവൻ നായർ തന്നെ. ഇതിലാണ് ഇപ്പൊ പറഞ്ഞ 260 സ്ഥലങ്ങളില് ഹിന്ദു കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആ മുസ്ലിമീങ്ങൾ എന്താ ഈ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ രാഘവൻ നായർ ഇത് പരിഭാഷപ്പെടുത്തോ? ഹിന്ദുവിനെ കൊല്ലാനല്ല, നന്മ ആഗ്രഹിക്കാത്ത സത്യനിഷേധിയോട് യുദ്ധം ചെയ്യാൻ. യുദ്ധകാന്ഡമാണത്. അത് യുദ്ധത്തിൽ ഇറങ്ങിയ വചനമാണ്, അല്ലാതെ അത് ഖുർആനിന്റെ മൗലികമായ ഒരു വിഷയമേ അല്ല. അത് സാന്ദർഭികമാണ്. അത് ഏതുപോലെ ഗീത പോലെ. വില്ലുകുലക്കാൻ മടിച്ചു നിൽക്കുന്ന അർജുനനോട് വില്ലുകുലക്ക് യുദ്ധം ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ ഉപദേശിക്കുന്ന വരികളാണല്ലോ ഭഗവത്ഗീത. ആ ഭഗവത്ഗീത നോക്കിയിട്ട് എനിക്ക് പറയാൻ കഴിയോ ഹിന്ദു അല്ലാത്തവരെ കൊല്ലാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്? ഭഗവത്ഗീത മൊത്തം യുദ്ധകാന്ഡമാണ്. എന്തിനാ? ഖുർആൻ വന്നത് ഒരുപാട് കാര്യങ്ങൾക്ക്. ഭഗവത്ഗീതയോ യുദ്ധത്തിന് വന്നതാണ്. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ആരാ പറയുന്നത്? വില്ലുകുലക്കാൻ മടിച്ചു നിൽക്കുകയാണ് അർജുനൻ തേരിൽ. അപ്പോൾ കൃഷ്ണൻ പറയുന്നു, പാർത്ഥ വില്ലുകുലക്ക്, അമ്പേ യുദ്ധം ചെയ്യ്. അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കാൻ ഒരു കാരണമുണ്ട്. നേരെ തൊട്ടു മുന്നിൽ ഗുരുനാഥൻ ദ്രോണൻ, തൊട്ടുമുന്നിൽ ജ്യേഷ്ഠൻ ദുര്യോധനൻ, തൊട്ടുമുന്നിൽ സഹോദരൻ കർണൻ, തന്റെ അമ്മക്ക് ജനിച്ച മറ്റൊരുവൻ കർണൻ, അപ്പുറത്ത് ഭീഷ്മർ. ഈ വലിയ ജനത്തെ നോക്കി തന്റെ കൂടെ പറപ്പുകൾ നോക്കിയിട്ട് യുദ്ധം ചെയ്യുന്നത് എങ്ങനെയെന്ന് ആലോചിച്ച് മടിച്ച് വില്ലുകുലക്കാട് മടിയനായി തേരിലിരിക്കുന്ന അർജുനനോട്, വില്ലാളി വീരനായ അർജുനനോട് സാക്ഷാൽ ഈ പറയപ്പെട്ട അവതാരം എന്ന് പറയട്ടെ, അവതാരം പറയട്ടെ. ശ്രീധരനുണ്ണി ഇവിടെ പറഞ്ഞല്ലോ അവതാരമാണെന്ന്. എന്റെ സഹോദരങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നല്ലോ ഹിന്ദുക്കൾ. ആ സാക്ഷാൽ ഭഗവാൻ എന്ന് പറയുന്ന കൃഷ്ണൻ യുദ്ധം ചെയ്യാൻ ഉപദേശിച്ചതാണ് ഗീത. ഗീത യുദ്ധകാന്ഡം മാത്രമാണ്. യുദ്ധത്തിനല്ലാതെ ഗീത വന്നിട്ടേ ഇല്ല. അത് തെറ്റാണോ? അതെങ്ങനെ തെറ്റാവുക? എന്നതുപോലെ യുദ്ധക്കളത്തിൽ ഇറങ്ങിയ എത്രയോ വചനങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടമാണ്, അല്ലാതെ മനുഷ്യത്വത്തെ കാണാതെ മനുഷ്യനെ ശത്രുവാക്കുന്ന യാതൊരു വാക്കും പരിശുദ്ധ ഖുർആനിൽ ഇല്ലേ. സ്വാമിജി, നിങ്ങൾക്കല്ല പഴച്ചത്. പരിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാതെ പരിഭാഷപ്പെടുത്തിയ വിഡ്ഢികളായ പരിഭാഷകരാണ് സമുദായത്തിന് ദ്രോഹം ചെയ്തിട്ടുള്ളത്. സ്വാമിജി, നിങ്ങൾക്കല്ല പഴച്ചത്. ഞാൻ ഈ ഹാമീം സജദയിലെ ഈ 30, 31, 32, 33, 34, 35 ആയത്തുകൾക്ക് കവിത, മൊത്തം കവിത. അത് മാത്രം ഞാനൊന്ന് വായിക്കാം നിങ്ങളുടെ മുന്നിൽ ഇൻഷാ അല്ലാഹ്. രാഘവൻ നായരുടെ പരിശുദ്ധ ഖുർആന് അദ്ദേഹം ഹാമീം സജദയിലെ എല്ലാവർക്കും അറിയുന്ന ആയത്തുകളാണല്ലോ ഒരു മുസ്ലിമിന്റെ ബാധ്യത. അല്ലാഹുവല്ലാതെ തങ്ങൾക്കു രക്ഷകൻ മറ്റാരുമില്ലെന്നുറപ്പിച്ച മർത്യരെ കാണുവാനെത്തും മലക്കുകൾ ചൊല്ലിടും ഭീതിയും ക്ലേശവും വേണ്ടിയില്ല മർത്യരെ. നിങ്ങൾക്ക് തന്നോരു വാഗ്ദാനമൊക്കെയും സത്യമായി തീർന്നിടാ സന്തുഷ്ടരാകുവീൻ. ഉറുവിയിൽ നിങ്ങൾ വസിച്ചൊരു നേരവും സ്വർഗത്തിൽ സൗഖ്യമായി വാഴുന്ന കാലവും മിത്രങ്ങളായി ഞങ്ങൾ മേവുന്നു സന്തതം. വ്യത്യാസമുണ്ടാകയില്ല മേലിലും ഇച്ഛിച്ച കാര്യങ്ങളെല്ലാം ഉദാരമായി ലഭ്യമാക്കിയിടുന്നു സ്വർഗലോകങ്ങളിൽ. കുറ്റങ്ങളൊക്കെയും പാടെ പൊറുക്കയും
നിങ്ങളിൽ കാരുണ്യപൂരം പൊഴിക്കുകയും ചെയ്യുന്നൊരല്ലാഹു നൽകുന്ന ദീർഘമാം സൽക്കാരമാണിതെന്നോർക്കുവിൻ കൂട്ടരെ. സത്യം വരിക്കാൻ പ്രചോദനം നൽകുകയും സൽക്കർമ്മമോരോന്ന് നിത്യവും ചെയ്യുകയും സത്യവിശ്വാസി ഞാൻ അരുൾ ചെയ്യുകയും ചെയ്യുന്ന മാനവൻ ശ്രേഷ്ഠനാണെത്രയും. നന്മയും തിന്മയും തുല്യമായി വന്നിട, നന്മകൾ കൊണ്ടു നീ തിന്മയോടേൽക്കണം. അതന്നെ ഒരാൾ ഇങ്ങോട്ട് തിന്മ ചെയ്താലും രാഘവണ്ണാർക്ക് പോലും മനസ്സിലായില്ലേ സ്വാമിജിയെ ഖുർആന്റെ മൗലികത? നന്മ കൊണ്ടാണ് തിന്മയോട് പ്രതികരിക്കേണ്ടത്. ആ ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഒരിക്കലും നന്മയും തിന്മയും സമമാവുകയില്ല. ആര് ഇങ്ങോട്ട് നിന്നെ എതിർക്കാൻ വന്നാലും നന്മ കൊണ്ട് പ്രതികരിക്കുക. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്ത് വ്യാഖ്യാനം അതിന്റെ വരി, നന്മയും തിന്മയും തുല്യമായി വന്നിട, നന്മകൾ കൊണ്ടു നീ തിന്മയോടേൽക്കണം. ഈ വണ്ണം ആചരിച്ചിടുകിൽ മാനവ, ദ്വേഷണൻ ബന്ധുവായി മാറിടും സത്വരം. എത്ര വലിയ ശത്രുവിനെയും നീ നന്മ കൊണ്ട് പ്രതികരിച്ചാൽ അവൻ നിന്റെ കൂട്ടുകാരനായി മാറും. പറഞ്ഞില്ലേ കഅന്നഹു വലിയുൻ ഹമീം. ഇസ്ലാം ഒരിക്കലും വർഗീയതയല്ല. വർഗീയത ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയുമില്ല. ലൈസ മിന്നാ മൻ ദഅ ഇലൽ അസബിയ്യ. വർഗീയതയിലേക്ക് ക്ഷണിച്ചവൻ നമ്മളിൽ പെട്ടവനല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരിക്കലും ഇസ്ലാം വർഗീയതയിലേക്ക് ക്ഷണിക്കൂല. സർവം പൊറുക്കാൻ ക്ഷമിക്കാൻ കഴിഞ്ഞിടും സജ്ജനം മിത്രമേ സത്യം ഗ്രഹിച്ചിടും. ശ്രേഷ്ഠരാം മനുഷ്യർക്കല്ലാതെ ആർക്കുമേ സൗഭാഗ്യമേ വിധം നൽകില്ല രക്ഷകൻ. ഇസ്ലാം മതത്തിന്റെ കാമ്പ് പറയുക ആരാ പറയുന്നത്? KG രാഘവൻ നായർ. പരിശുദ്ധ ഖുർആനിലെ 6660 ചില്ലാനോ വചനങ്ങൾ അല്ലാഹു മാനവന് നൽകിയ അനർഘമായ സംഭാവന. ഇത്രമേൽ വലിയൊരു സംഭാവനയുണ്ടോ? മാനവൻ നൽകിയ ഏറ്റവും വലിയ 2 സംഭാവനകൾ. ഒന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ആ പുണ്യ നബിയെ പറഞ്ഞതും ലോകത്തിന് മുഴുവനും കരുണയെന്നാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവനും കരുണയായ മുഹമ്മദ് മുസ്തഫ, ആ ആളാണ് നബി. ഖുർആനോ കരുണ, അല്ലാഹു കരുണ, ഖുർആനോ കരുണ, റമളാനോ കരുണ. എല്ലാം കരുണ. പരിശുദ്ധ ഫാത്തിഹയിൽ അല്ലാഹ് എന്ന് 2 തവണയാണ്, കരുണ 4 തവണയാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആ മതം എങ്ങനെ വർഗീയവാദിയാവോ? ആ മതം എങ്ങനെ മനുഷ്യരെ വർഗീയവാദികളാവും? ആ മതം വർഗീയതയുടെ മതമാകുന്നത് എങ്ങനെ? ആ മതം ഉൾക്കൊണ്ടവൻ എങ്ങനെയാണ് വർഗീയവാദിയായി തീരുക? നിങ്ങൾ ചിന്തിക്കുക. പരിശുദ്ധ ഖുർആനിൽ ബഹുമാനപ്പെട്ട അധ്യായമാണല്ലോ ഫാത്തിഹ. ഫാത്തിഹയിൽ അല്ലാഹ് എന്ന് 2 തവണയാണ്, കരുണ 4 തവണയാണ്. ചിന്തിക്ക്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ചിന്തിക്കൂ മനുഷ്യന്മാരെ, ചിന്തിക്കണം. മനുഷ്യരെയും ഈ മതത്തിന്റെ അടിത്തറ മനസ്സിലാക്കണം. ലോകത്തിന് കരുണ ചൊരിയാൻ വേണ്ടി അല്ലാതെ ഈ പുണ്യ റസൂൽ വന്നിട്ടില്ല, ഈ വേദഗ്രന്ഥം വന്നിട്ടില്ല. ഇർഹാമു മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് മുഴുവനും നിങ്ങൾ കരുണ ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാവർക്കും ഇന്നടില്ല, എല്ലാവർക്കും. ഇങ്ങനത്തെ മതം ഒരിക്കലും, ഇങ്ങനെയുള്ള മതം ഒരിക്കലും വർഗീയവാദികളുടെ മതമല്ല. പരിശുദ്ധ ഖുർആൻ വിദ്വേഷം പ്രചരിപ്പിക്കുകയില്ല.
മാനവ സമൂഹത്തിന് വെളിച്ചം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണെന്ന് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ ലോക പ്രശസ്തമായ ഗ്രന്ഥമായ വിശ്വചരിത്ര സംഗ്രഹത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ മാനവ ചരിത്രത്തിന്റെ എല്ലാ വളർച്ചയുടെയും വികാസത്തിന്റെയും അടിസ്ഥാനം പരിശുദ്ധ ഖുർആനാണ്, സംശയം വേണ്ട. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ അർദ്ധനഗ്നനായ വലിയ മനുഷ്യൻ ബാപ്പുജി, ഇന്ത്യയുടെ സ്വന്തം ഗാന്ധിജി, നവഖാലിയിൽ വന്ന് എന്താ പറഞ്ഞത്? ഞാൻ രാമരാജ്യം സ്വപ്നം കണ്ട് രാമരാജ്യത്തെ കുറിച്ച് ഇന്ത്യയിൽ പതിറ്റാണ്ടോളം പ്രസംഗിച്ചിരുന്നു. ഇന്ന് ഇന്ത്യ സ്വതന്ത്രമായിരിക്കുന്നു. ഞാൻ കണ്ട രാമരാജ്യം മദീനയിലെ ഖലീഫ ഉമറിൽ കണ്ട രാജ്യമായിരുന്നു. ആരാ പറഞ്ഞത്? ഇന്ത്യയുടെ സ്വന്തം ബാപ്പുജി. ഈ മതം എങ്ങനെ വർഗീയതയാകും? നിങ്ങൾ ചിന്തിക്കുക, മുഅ്മിനീങ്ങളെ ചിന്തിക്കുക. ആ മതത്തിന്റെ പുണ്യപുരുഷന്മാരെ ഇവിടെ അറിയില്ലേ? ഇവർ തമ്മിലെ സ്നേഹബന്ധങ്ങൾ എത്ര വലുതായിരുന്നു. രാമായണവും മഹാഭാരതവും പേർഷ്യൻ ഭാഷയിലേക്കും അറബിയിലേക്കും തർജ്ജമ ചെയ്തിട്ടുള്ള എത്ര പണ്ഡിതന്മാർ കഴിഞ്ഞു പോയി. രാമായണവും മഹാഭാരതവും അറബിയിലേക്ക് തർജ്ജമ ചെയ്യുക. നിങ്ങൾ ചിന്തിക്കുക, ഇത്ര വലിയൊരു പ്രശ്നക്കാരാണെങ്കിൽ അത് ചെയ്യോ? റോമിലെ രാജാവിനോട് ഇസ്ലാം പരിശുദ്ധ ഖുർആൻ റോമിൽ പ്രചരിപ്പിക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ റോമൻ രാജാവ് സമ്മതിച്ചില്ലല്ലോ. എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആന്റെ ശുദ്ധവായു റോമിലേക്ക് പ്രവേശിച്ചാൽ യൂറോപ്പിന് ഇളക്കം തട്ടും. യൂറോപ്പിലെ ഇംപീരിയലിസം പിന്നെ നടക്കൂല എന്ന് റോമൻ രാജാവിനറിയാം. അതേ സമയത്ത് രാമായണവും മഹാഭാരതവും അറബിയിലേക്ക് തർജ്ജമ ചെയ്ത് പേർഷ്യൻ ഭാഷയിലേക്കും അറബിയിലേക്കും തർജ്ജമ ചെയ്ത് കൊണ്ടുപോയതാരാ? മഹാന്മാരായ മുസ്ലിം പണ്ഡിതന്മാർ. ചെയ്തില്ലേ? വിദേശികളാണെങ്കിൽ ചെയ്യോ? കരുണയല്ലാതെ ഒരിക്കലും ഈ മതം പ്രചരിപ്പിച്ചിട്ടില്ല. കരുണയല്ലാതെ ഹിന്ദുക്കളിൽ നിന്ന് ഇന്ന് വരെ കഴിഞ്ഞ ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചിട്ടുമില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? രാഷ്ട്രീയം. എന്താ ലാഭം? എന്താ അധികാരം? അധികാരം തന്നെ. ആരാണോ പശുവിനെ കശാപ്പ്, കാളയെ കശാപ്പ് ചെയ്യരുത്, പശുവിനെ കശാപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്നവർ ആണ് സത്യത്തിൽ ഗൾഫിലേക്ക് ഏറ്റവും കൂടുതൽ പശുവിറച്ചി കയറ്റിവിടുന്നത്. ഗൾഫിൽ വന്നാൽ പ്രധാനമായി വാങ്ങാൻ കിട്ടുക അൽക്കബീറാണ്. ആരുടെ അൽക്കബീർ? അപ്പൊ എന്താ താല്പര്യം? താല്പര്യം മതമല്ല, പശുവല്ല, ഒന്നുമല്ല. പിന്നെന്താ? അധികാരം, പണം. മുസ്ലിമീങ്ങളും ഹൈന്ദവ ജനങ്ങളും വളരെ ചിന്തിക്കണം. ഇവിടെ ഈ അടിസ്ഥാനം ഈ രൂപത്തിലാണ് ഇവിടെ മതങ്ങളും മതപ്രചാരകന്മാരും വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് തിരുരങ്ങാടി പള്ളിക്ക് ബ്രിട്ടീഷുകാർ വെടിവെച്ചത്? ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും കൂടി പള്ളിയിൽ ഒരുമിച്ച് കൂടി ബ്രിട്ടീഷുകാർക്കെതിരെ തീരുമാനമുണ്ടാക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോൾ ഹിന്ദു മുസ്ലിമും കൂടി തിരുരങ്ങാടി പള്ളിയിൽ ഒരുമിച്ച് കൂടി തീരുമാനമുണ്ടാക്കാൻ. മലബാറിലെ മുസ്ലിം നേതാക്കന്മാരും ഹൈന്ദവ നേതാക്കന്മാരും കെ മാധവൻ അടക്കം ഉള്ള കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാം തിരുരങ്ങാടി പള്ളിയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ ഈ ഒരു ഐക്യം ബ്രിട്ടീഷുകാർക്ക് വലിയ പ്രശ്നമുണ്ടാക്കുമെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. നേരെ തിരുരങ്ങാടി പള്ളിക്ക് വെടിവെച്ചു. ഇവിടുത്തെ ചരിത്രല്ലേ? നിങ്ങളെ നമ്മൾ ചിന്തിക്കും. ഇന്ത്യ കണ്ട ഏറ്റവും, ഇങ്ങോട്ടും അങ്ങനെ തന്നെയല്ലേ, അങ്ങോട്ടും ഇന്ത്യ കണ്ട ആദ്യത്തെ യതീംഖാന ഈ കോഴിക്കോട്ടെ JDT-യാണ്. ഇന്ത്യ കണ്ടിട്ടുള്ള ആദ്യത്തെ യതീംഖാന ഈ കോഴിക്കോട്ടെ JDT-യാണ്. ആരാണ് സ്ഥലം കൊടുത്തത്? സാമൂതിരി രാജാവ്. വെറുതെ കൊടുത്തതല്ലേ? വെറുതെ. ചിന്തിക്ക. ഇന്ത്യ കണ്ട എത്ര എന്റെ മൂത്തേടത്തെ പള്ളി, ഞങ്ങളുടെ ജുമാഅത്ത് പള്ളി ഭൂമി വെറുതെ കൊടുത്തതാണ്. നിലമ്പൂർ വേട്ടക്കാര് മകൻ ക്ഷേത്രത്തിന് അധീനപ്പെട്ട ഭൂമി വേദതന്ത്രികൾ വെറുതെ പതിച്ചു കൊടുത്ത ഭൂമിയിലാണ് മൂത്തേടത്തെ ജുമാഅത്ത് പള്ളി.
നിലമ്പൂർ വേട്ടക്കാരു മകൻ ക്ഷേത്രത്തിന് അധീനപ്പെട്ട ഭൂമി മുസ്ലിമീങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി വേട്ടക്കാരു ക്ഷേത്രത്തിൽ നിന്ന് നിലമ്പൂർ കോവിലകം വാഗ വേട്ടക്കാരു ക്ഷേത്രത്തിന് അധീനപ്പെട്ട ഭൂമി വെറുതെ പതിച്ചെഴുതി കൊടുത്തതാണ്. ആ ഭൂമിയിലാണ് 10-25 ഏക്കർ. ആ ഭൂമിയിലാണ് മൂത്തേടത്ത ജുമാഅത്ത് പള്ളി. ആ ജുമാഅത്ത് പള്ളിയാണ് എന്റെ നാട്ടിലെ ജുമാഅത്ത് പള്ളി. അതാണ് എന്റെ ജുമാഅത്ത് പള്ളി. വെറുതെ ദേവസ്വം ബോർഡ് കൊടുത്തു. ദേവസ്വം ബോർഡ് അന്നില്ല, ക്ഷേത്രത്തിൽ നിന്ന് വെറുതെ കൊടുത്തതാ ഈ ഭൂമി. അങ്ങനെ എത്ര കേരളത്തിലെ ആദ്യത്തെ പള്ളി ഏതാ? കണ്ണൂരിലെ പള്ളി. ആരാ ഭൂമി കൊടുത്തത്? ഹിന്ദുക്കൾ. ആരാ പള്ളി കയറ്റി കൊടുത്തത്? ഹിന്ദുക്കൾ. എന്നെ പള്ളി ഉണ്ടാക്കിയത് ഹിജ്റ 5-ന്. ഹിജ്റ 5 എന്നാൽ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ മദീനയിൽ ജീവിച്ചിരിപ്പുണ്ട്. അതായത് കണ്ണൂര് മാടായി പള്ളി ഉണ്ടാക്കിയിട്ട് പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹബീബായ നബി വഫാത്തായത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹി ഇറങ്ങുന്ന കാലത്ത്. അപ്പൊ കണ്ണൂരിൽ പള്ളി ഉണ്ടായതിനെ പറ്റി റസൂലുള്ളാഹിക്ക് അറിയാലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് അറിയാലോ. കണ്ണൂരിൽ മാടായിൽ പള്ളി ഉണ്ടാക്കി കൊടുത്തു. ആര്? ഹിന്ദുക്കള്. ഭൂമി കൊടുത്തു. ആര്? ഹിന്ദുക്കൾ. ശ്രമദാനമായി കൊടുത്തു. ശ്രമദാനമായി നൽകി. മക്കത്തെ പള്ളി, കൊപ്പിച്ച പള്ളി, മലനാട്ടിലൊരു പള്ളി, മാടായി പള്ളി എന്ന് പറഞ്ഞ് അവര് പാട്ടുപാടി ശ്രമദാനം നടത്തിയെന്ന് ചരിത്രത്തിൽ കാണാം. ഈ ജെഡിറ്റി ഉണ്ടാക്കാൻ വേണ്ടി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും കൂട്ടരും നേരെ പോയി 921-ൽ സാമൂതിരി രാജാവിനോട് ഭൂമി കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭൂമി നോക്കി വരാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ആ ഭൂമി കണ്ടുവന്നു. അനവധി ഏക്കറുകളുള്ള ആ ഭൂമി കണ്ടുവന്ന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, അബ്ദുൽ ഖാദർ കസൂരിയും എല്ലാവരും കൂടെ പോയിട്ട് സാമൂതിരിയോട് പറഞ്ഞു, ഇതാണ് മനസ്സെ ഞങ്ങൾ കണ്ടിട്ടുള്ള ഭൂമി, ഇതിന്റെ വില എത്രയാന്ന് ചോദിച്ചാൽ തരാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു വില വേണ്ട, വില തരാൻ പാടില്ല, വില വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അല്ല വില വേണം, വില തരും, ഞങ്ങൾ വിലയും കൊണ്ട് വന്നതാണ്. അപ്പൊ പറഞ്ഞു ഒരു മുഹമ്മദീയ ധർമ്മസ്ഥാപനത്തിന് ഒരു ഭൂമി കൊടുത്തിട്ട് വില വാങ്ങിയാൽ ദൈവകോപം ഉണ്ടാവുമ്പോഴോ ഭൂമി വില വേണ്ടെന്ന് പറഞ്ഞു. ഈ കോഴിക്കോട്ട് ഒരു കവർ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ആ കവർ വാങ്ങി മറ്റന്നാൾ ശനിയാഴ്ച നമ്മളെ സമാപനമാ കൊണ്ടുവരണം. എല്ലാവരും അത് സ്വീകരിക്കണം. ആ കവർ എല്ലാവരും സ്വീകരിക്കണം. നല്ലൊരു പൈസ ഇട്ട് മറ്റന്നാൾ ശനിയാഴ്ച ഇത് തിരിച്ചേൽപ്പിക്കണം, കൊണ്ടുവരണം. ഒരു മുസ്ലിം പള്ളി ധർമ്മസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഭൂമി തന്നിട്ട് പൈസ വാങ്ങിയാൽ ദൈവകോപം ഉണ്ടാകും, അതുകൊണ്ട് ഞാനത് വാങ്ങില്ല എന്ന് നിർബന്ധിച്ച്, അങ്ങോട്ടും നിർബന്ധിച്ച്. പിന്നെ വാങ്ങില്ല എന്ന് സാമൂതിരി രാജാവ് അല്ല വാങ്ങണം എന്ന് മുസ്ലിം നേതാക്കന്മാര്. അവസാനം രാജാവ് പറഞ്ഞു സമ്മതിച്ചു, നിങ്ങളെ മുന്നിൽ നമ്മൾ തോറ്റിട്ടുണ്ട്, നിങ്ങളെ മുന്നിൽ തോറ്റിരിക്കുന്നു, നമ്മൾ വില വാങ്ങാൻ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അനവധി ഏക്കർ കണക്കിന് ഭൂമി. അപ്പൊ ആയിക്കോട്ടെ എത്ര ഭൂമിയുടെ വില എന്ന് വെച്ചു. അപ്പോൾ ഞാൻ വില വാങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു, ഞാൻ വില വാങ്ങാൻ പോവാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ തിരുമനസ്സെ എത്രയാണ് വില വേണ്ടതെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു നമ്മുടെ ഭൂമിക്ക് വില നിശ്ചയിക്കേണ്ടത് നമ്മളല്ലേ, നിങ്ങൾ 1 രൂപ കണ്ടെടുത്തോളൂ എന്നാണ്. 1 രൂപ, 1 രൂപയാണ്. ആ കാണുന്ന മല മുഴുവനും ജെഡിറ്റിക്ക് കൊടുക്കുന്നത്. എന്താ ഈ ജെഡിറ്റി? എന്താ ജെഡിറ്റിക്കാ കൊടുത്തത്? എന്താ ജെഡിറ്റി എന്താണെന്ന് ഇപ്പൊ ജെഡിറ്റിക്കാർക്ക് പോലും അറിയാവുന്ന അല്ലാഹു അക്ബർ. ജെഡിറ്റി എന്നാൽ ജംഇയ്യത്തു ദഅവത്തെ ഓർ തബ്ലീഗെ ഇസ്ലാം. ജംഇയ്യത്തു ദഅവത്തെ ഓർ തബ്ലീഗെ ഇസ്ലാം. ഇസ്ലാം മത പ്രബോധനത്തിനും പ്രചാരണത്തിനുമുള്ള ജനകീയ സഭ. ജംഇയ്യത്തു ദഅവത്തെ ഓർ തബ്ലീഗെ ഇസ്ലാം. ഇതാണ് ജെഡിറ്റി. അതാണ് ജെഡിറ്റി. ആ ജെഡിറ്റിക്ക് ആ കാണുന്ന മല മുഴുവനാണ് കൊടുത്തു സാമൂതിരി രാജാവ്. എന്നിട്ട് എന്ത് ചെയ്ത് 1 രൂപ വാങ്ങിയത്. ഇന്നിപ്പോ കോഴിക്കോട് 1 രൂപ എന്ന് പറഞ്ഞാൽ അത് 1 കോടിയാ. എത്ര ഉണ്ടെന്നാ? അത് 1 കോടി. 1 രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് 1 കോടിയാണ്. ആ 1 രൂപയല്ല, 99 പൈസ കഴിഞ്ഞിട്ട് 1 പൈസയും കൂടി കൂട്ടിയ 1 രൂപ. 1 രൂപ. ആ കാണുന്ന മല മുഴുവൻ സാമൂതിരി വെറുതെ കൊടുത്തതാ. എന്താ പറഞ്ഞത് ന്യായം? ഒരു മുസ്ലിം ധർമ്മസ്ഥാപനത്തിന് ഭൂമി കൊടുത്തിട്ട് പണം വാങ്ങിയാൽ ദൈവകോപം ഉണ്ടാകുമെന്ന് നോം ഭയപ്പെടുന്നു, അതുകൊണ്ട് പണം വേണ്ട. ഈ ജനത തമ്മിൽ ഇവിടെ വല്ല പ്രശ്നമുണ്ടാ? ഇപ്പോൾ ഈ BJP ഒരു ഭാഗത്തും പിന്നെ
നമ്മുടെ കൂട്ടത്തിലെ ചില ഭീകരവാദികൾ മറ്റൊരു ഭാഗത്ത് ഒരുമ്പിട്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കളിക്കുന്ന കളിനല്ലാതെ എന്ത് പ്രശ്നം അവിടെ ഉള്ളത്? എന്താ അവിടെ ഉള്ളത്? 15 കൊല്ലത്തെ നിങ്ങൾ തന്നെ പറഞ്ഞു, ഈ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ഇയാൾ 15 കൊല്ലം ഇവിടെ കോഴിക്കോട് ഖുർആൻ പ്രഭാഷണം നടത്തുകയാണ്. ആയിക്കോട്ടെ, ഞാൻ അംഗീകരിച്ച് 15 കൊല്ലത്തെ പ്രഭാഷണം നടത്താണ്. ഈ 15 കൊല്ലം ഈ ഖുർആൻ പഠിച്ചിട്ട് കിട്ടിയതാണ് ഇപ്പൊ ഈ പറയുന്നത്. എനിക്കത് എന്താ മനസ്സിലാവണില്ല. ഈ സമുദായങ്ങൾ തമ്മിൽ ഇവിടെ എന്താ പ്രശ്നം എന്ന് മനസ്സിലാവണില്ല. ഒന്നൊരു പ്രശ്നമില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഈ പറഞ്ഞ ശ്രീകൃഷ്ണനെ പറ്റി കവിത എഴുതി, എന്നിട്ട് ഓടക്കോയിൽ അവാർഡ് വാങ്ങി. ആരാ വാങ്ങിയത്? യൂസുഫ് അലി കേച്ചേരി. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അങ്ങോട്ടും ഉണ്ട്, ഇങ്ങോട്ടും ഉണ്ട്, അങ്ങോട്ടും ഉണ്ട്, ഇങ്ങോട്ടും ഉണ്ട്. ഓടക്കോയിൽ അവാർഡ് വാങ്ങി. ആരാ വാങ്ങിയത്? യൂസുഫ് അലി കേച്ചേരി. വർണ്ണിച്ചു. ആരാ വർണ്ണിച്ചത്? കൃഷ്ണനെ കാർവർണ്ണനക്ക് വർണ്ണിച്ച് ഓടക്കോയിൽ അവാർഡ് വാങ്ങി തിരിച്ചു പോരുമ്പോ പത്രക്കാർ ചോദിച്ചു, നിങ്ങളൊരു മുസ്ലിം അല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുമോ? അപ്പോൾ പറഞ്ഞു, എനിക്കിങ്ങനെ അങ്ങനെ പറ്റാതിരിക്കുന്നു. ഞാന് ഒരു മുസ്ലിം ആയതിന് പുറമെ എന്റെ പ്രവാചക സന്ദേശം സ്വീകരിച്ചവനാണ്. ഇന്ത്യയിൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് എന്റെ മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒരു പക്ഷേ കാർവർണ്ണനം ഉണ്ടാകാമല്ലോ. അന്നലൊക്കെ ഞാൻ വർണ്ണിച്ചത്. യേശുവിനെ വർണ്ണിച്ച ഏറ്റവും മനോഹരമായ കവിതയും യൂസുഫ് അലിയുടേത് തന്നെയാണ്. എവിടെ അകൽച്ച എവിടെയാണ് അകൽച്ച? കോഴിക്കോട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യകാരൻ, എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടിയില്ല. അത് എന്തുകൊണ്ടെന്ന് എനിക്ക് തിരിയുന്നില്ല. എന്തുകൊണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം മലയാളം കണ്ട ഏറ്റവും ഉദ്ദാനതക്ക് ഉപകരിക്കുന്ന സാഹിത്യം നൽകിയ മനുഷ്യൻ സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീറാണ്. അദ്ദേഹം സുൽത്താൻ തന്നെയാണ്. ബേപ്പൂർ സുൽത്താൻ എന്ന് പറയാൻ അദ്ദേഹത്തിന് ജനങ്ങൾ സുൽത്താൻ എന്ന പേര് പറഞ്ഞു. അത് അങ്ങനെ തന്നെയാണ്. മലയാള സാഹിത്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ ഒരു തകഴി പോലും ഇല്ല. ഞാൻ തകഴിയെയും വായിച്ചിട്ടുണ്ട്, പിന്നെ ബഷീറിനെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാണ്, അതൊരു വർഗീയത പറയല്ല. അത്രയും പ്രതിപാദനനായ സാഹിത്യകാരനാണ് ബഷീർ. ബഷീർ മരിച്ചപ്പോൾ ആരാ കട്ടിൽ പിടിക്കാൻ വേണ്ടി ഓടി വന്നത്? ഖബർ വരെ കട്ടിൽ പിടിച്ച് കൊണ്ടുപോയി മയ്യത്തിറക്കി വെച്ചത് ആരാണ്? സാക്ഷാൽ സുകുമാർ അഴീക്കോട്. ബേപ്പൂരിൽ നിന്ന് പോരേന്ന് മയ്യത്തെടുത്ത് ഖബർസ്ഥാനിലേക്ക് മുന്നിൽ മയ്യത്ത് കട്ടിൽ പിടിച്ചു കൊണ്ടുപോയത് ആരാ? തത്വമസി മനുഷ്യൻ. വേദങ്ങളുടെ അന്തസത്തയാണ് തത്വമസി. തത്വമസി സാക്ഷാൽ ഒരു സാധാരണ ബ്രാഹ്മണന് പോലും തിരിയൂല. തത്വമസി മനസ്സിലാക്കാൻ ഒരുപാട് തവണ ഞാൻ വായിച്ചിട്ടുണ്ട്. സാധാരണ ബ്രാഹ്മണന് പോലും തിരിയാത്ത വേദങ്ങളുടെ അന്തസത്തയാണ് തത്വമസി. ആ തത്വമസി എഴുതിയ മനുഷ്യനാണ് സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ഈ മനുഷ്യന്റെ മയ്യത്ത് കട്ടിൽ പിടിച്ചു കൊണ്ടുപോയി ബേപ്പൂർ ഖബർസ്ഥാനിലേക്ക് ചുമന്ന് മുന്നിൽ നടന്നത്. എന്താ ഇവിടെ പ്രശ്നം? എന്താണ് ഇവിടെ പ്രശ്നം? എന്താണ് ഇവിടെ? സമുദായങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമാണ്? അധികാര ദുരമൂത്ത ചില ആളുകൾ ചാടി. കോൺഗ്രസ് അവസരത്തിന് തുയരുകയും ചെയ്തില്ല. കോൺഗ്രസ് എന്റെ ഉപ്പാപ്പർക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ നടന്നു ഇന്ത്യ രാജ്യത്ത്. അപ്പോൾ വർഗീയവാദികൾ കോൺഗ്രസിനെ മറന്നുപോയി. ഞാൻ രാഷ്ട്രീയം കുറ്റം പറയാൻ വിചാരിക്കരുത്. ഞാനൊരു കാര്യം ഇടക്കിടക്ക് അങ്ങനെയാണല്ലോ പറയണ്ടേ. ഇത് മുഴുവൻ ഉത്തരവാദികൾ കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ ധർമ്മം മറന്നു. കോൺഗ്രസ് ഉള്ള ഒരു നാട്ടിൽ വർഗീയത ഉണ്ടാകാൻ ഒരു വർഗീയത ഉണ്ടാകാൻ പാടില്ല. ലീഗുള്ള ഒരു രാജ്യത്ത് വിഘടനവാദം ഉണ്ടാകാൻ പാടില്ല. അതിന് ധർമ്മമാണ്. എന്തൊരു നല്ല സംസ്കാരമാണ്. ഇതിവിടെ നശിപ്പിച്ചാൽ ഭാരതം നശിപ്പിക്കപ്പെടും. എന്തുകൊണ്ട്? അതാണ് മതത്തിന്റെ അന്തസത്ത. മതം മനുഷ്യ നന്മക്ക് വേണ്ടിയല്ലേ? മദീന പള്ളി നെജ്റാനിൽ നിന്ന് വന്ന ക്രിസ്തീയ ഇങ്ങോട്ട് നോക്ക് എന്ത് വർഗീയത ചങ്ങാതി. നെജ്റാനിൽ നിന്ന് വന്ന ക്രിസ്തീയ പാതിരിമാർ, പാത്രിയാർക്കീസുമാർക്ക് ഷിർക്കിന്റെ ആരാധന നടത്താൻ മദീന പള്ളിയിലെ
ഒരു ഭാഗം വിട്ടുകൊടുത്ത മുഹമ്മദ് മുസ്തഫ. എവിടെണ്ട് ഹദീസ്? ബൈഹഖിയിലുണ്ട്, എടുത്തു നോക്ക്. ബൈഹഖിയിലുണ്ട്, ദലായിലുണ്ട്, പോയിലുണ്ട്. ഇമാം ബൈഹഖി രേഖപ്പെടുത്തിയ ഹദീസ്. പുണ്യ മുഹമ്മദ് മുസ്തഫ ശിർക്കിന്റെ ആരാധന നടത്ത പള്ളി വിട്ടുകൊടുത്തിരിക്കാം. ആര്? പുണ്യ റസൂൽ. എവിടെണ്ട് മുസ്ലിയാരെ ഹദീസ്? ദലായിലുണ്ട്, ഇമാം ബൈഹഖി രേഖപ്പെടുത്തിയിട്ടുണ്ട്, എടുത്തു നോക്ക്. ഇബ്നു ഹിശാമിന്റെ സീറയിലുണ്ട്, എടുത്തു നോക്ക്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വേറൊരു കൂട്ടർ വന്നു, സഖീഫ് ഗോത്രക്കാർ, പള്ളി പാർപ്പിച്ചു. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, നബിയെ, ഖൗമുൻ ലാ യുസല്ലൂന, നിസ്കരിക്കാത്തവരെ പള്ളി പോറ്റാണോ? വിട്ടോളാം, അതൊന്നും ഇനി നോക്കണ്ട, അവിടെ കിടന്നോട്ടെ. നിങ്ങൾ ഇവിടെ ഉണ്ടാ? നിങ്ങളിവിടെ സ്ഥലത്തുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സഖീഫ് ഇങ്ങോട്ട് നോക്ക്. ഇതൊക്കെ കേട്ടിട്ട് 25 കയറിയാൽ മതി. കൽബ് നന്നാക്കാതെ വെറുതെ പറഞ്ഞ ഒരു കാര്യമില്ല. സഖീഫ് ഗോത്രക്കാരായ മുശ്രിക്കീങ്ങൾ, ബിംബത്തിന് കുമ്പിടുന്ന മുശ്രിക്കീങ്ങൾ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അരികിൽ വന്നു, പള്ളിയിൽ ഒരു സൈഡിൽ വിട്ടോടുന്നു, അവിടെ കിടന്നോട്ടെ. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് ചോദിച്ചു, നബിയെ, ഖൗമുൻ ലാ യുസല്ലൂന, നിസ്കരിക്കാത്തൊരു കൂട്ടരെ പള്ളി പോറ്റാണോ? ഫഖാല റസൂലുള്ളാഹി, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ദഅൂം യാ ഉമർ, വിട്ടാളാൻ പറ, മനുഷ്യന്മാരല്ലേ, അവിടെ കിടന്നോട്ടെ, മനുഷ്യന്മാരല്ലേ, ആയിക്കോട്ടെ. നമ്മളിപ്പോ എന്താ ആയത്? നമ്മൾ 1000 കൊല്ലം കഴിഞ്ഞപ്പോ സത്യത്തിൽ അല്ല ചെയ്തത്, അകന്നു പോയത്. നിങ്ങൾ ചിന്തിച്ചോക്ക്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം. വലിയ ഗൗരവമുള്ള വിഷയമാണ്. മനുഷ്യൻ എന്തതിന്റെ അന്തസത്താന്ന് അറിയില്ല. ഇത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ഒരു പുണ്യ റസൂലാണ് മുഹമ്മദ് മുസ്തഫ. എല്ലാവർക്കും കരുണ പഠിപ്പിച്ച മനുഷ്യൻ, കരുണയുടെ കേന്ദ്രമാണ് മുഹമ്മദ് മുസ്തഫ. ആ റസൂലിന്റെ ദീനാണ് ഇതിൽ വർഗീയതയില്ല, ഇതിൽ വിഘടനവാദമില്ല, തീവ്രവാദി ഇസ്ലാമിനെ അറിഞ്ഞിട്ടില്ല. IS-നെ ഇപ്പോഴല്ലേ ചിലരൊക്കെ കുറ്റം പറയാൻ തുടങ്ങിയത്? ഈ കോഴിക്കോട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു ചില ആളുകൾ IS-ന് വേണ്ടി സൈറ്റ് ഉണ്ടാക്കിയവര്. ഞാൻ അവരെ പേരിപ്പോൾ പറഞ്ഞ നാശാക്കുന്നില്ല, വേണ്ടി വന്നാ പറയും. അവർ എന്നോട് വേണ്ടി വരും എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കോഴിക്കോട്ടെ ചില ആളുകൾ ഉണ്ടായിരുന്നു, ചില സംഘടനകൾ IS-നെ മാത്രം പറഞ്ഞുകൊണ്ട് സൈറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇപ്പോൾ സൈറ്റ് അവർ വിഭജിച്ചു. സിറിയയിൽ കലാപം IS അടക്കമുള്ളവർ തുടങ്ങി വെച്ചപ്പോൾ ഇത് രാഷ്ട്രീയ പ്രബുദ്ധയുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് വലിയ മനോഹരമായി വലക്കമുക്കിയിട്ട് എഴുതി. ഇപ്പൊ അവരൊന്നും കാണാനില്ല. അപ്പൊ അവരും തീവ്രവാദത്തിനെതിരെ സമരത്തിലാണ്. ഇവരത് ഇവിടെ ഉണ്ടാക്കിച്ച്. ഇവർക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തുകൊണ്ട്? അവര് മുഹമ്മദ് നബി ഒരു രാഷ്ട്രീയ നേതാവായിട്ട് കാണുള്ളൂ. പുണ്യ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് നബിയുടെ രാഷ്ട്രീയ ഭാഗം മാത്രമേ മുസ്ലിം ബ്രദർഹുഡ് കാണൂ. എല്ലാവർക്കും കരുണ ചെയ്തൊരു മുഹമ്മദ് നബി അവർക്ക് കാണാൻ കഴിയൂല. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കോലം മാറി മടക്കുന്ന ഇന്നത്തെ തീവ്രവാദ സംഘടനകൾ. ഒരു അന്യ സമുദായക്കാരൻ മുസ്ലിമീങ്ങളോട് നല്ല നിലക്ക് നിൽക്കുന്ന ഒരു അന്യ സമുദായക്കാരനെ ഉപദ്രവിച്ചാൽ സ്വർഗത്തിന്റെ വാസന അനുഭവിക്കാൻ കഴിയില്ലാണ് മുഹമ്മദ് മുസ്തഫ. ഇത് തമ്മാടികൾക്കെതിരല്ലേ? ഇത് സ്വഹീഹുൽ ബുഖാരിയിലില്ലേ? ഹിന്ദുക്കളെ ഉപദ്രവിക്കണം ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മുസ്ലിം സമുദായത്തോട് യോജിച്ച് നിൽക്കുന്ന ഒരു കുഴപ്പമില്ല. ആരല്ല? അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം, വീട്ടിൽ നിന്ന് നമ്മളെ പുറത്താക്കിയവരല്ല. ഒരു കുഴപ്പമില്ല. നമ്മളുമായി നല്ല സൗഹൃദത്തിലേക്ക് എത്ര സമുദായ മനുഷ്യന്മാരില്ലേ? മനുഷ്യത്വം നിലനിൽക്കണ്ടേ? മനുഷ്യത്വത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളുകയും കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ അവരാരോ ആകട്ടെ,
അവരെ മേൽവാൾ ഉയർത്തിയാൽ ലം യരിഹ റായിഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ വാസന അനുഭവിക്കാൻ കഴിയുകയില്ല. ഫഇന്ന മസീറത്തൽ ജന്ന റായിഹത്തൽ ജന്ന മസീറത 40 അമാ. 40 കൊല്ലം ഒരു കുതിര ഓടിച്ചാൽ എത്ര ദൂരം പോകും, അത്ര ദൂരത്തേക്ക് സ്വർഗത്തിന്റെ വാസന ആസ്വദിക്കും, അടിച്ചു വീശുമെന്ന് മുഹമ്മദ് മുസ്തഫ. 40 കൊല്ലം ഒരു കുതിര ഓടിയാല് എത്ര ദൂരം എത്തുമോ അത്ര ദൂരത്ത് സ്വർഗത്തിന്റെ കാറ്റടിക്കും. ആ സ്ഥലത്തേക്ക് പോലും ആരെ കടത്തൂല, ഒരു അന്യ സമുദായത്തിന്റെ മേർക്ക് വാൾ ഉയർത്തിയാൽ കടക്കൂല. ബുഖാരിയിലില്ലേ? എന്താ ഈ തീവ്രവാദികൾ അത് മനസ്സിലാക്കാത്തത്? ആർക്ക് വേണ്ടിയാണോ നീ യുദ്ധം ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണോ നിന്റെ തീവ്രവാദം? ഞാൻ ഇവിടുത്തെ സർക്കാരിനോടും ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തോടും പറയാണ്, നിങ്ങളെ അച്ഛന്മാര് വിചാരിച്ച അതേ ഇസ്ലാം തന്നെ ഇന്നത്തെ ഇസ്ലാമും. ഇത് നിങ്ങളെ കൂട്ടത്തിൽ കുറച്ച് രാഷ്ട്രീയ താല്പര്യക്കാരെ ഇറക്കും പോലെ ഞങ്ങളുടെ കൂട്ടത്തിലും കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അവർക്ക് നമ്മൾ രണ്ടൂട്ടം വഴിപ്പെടാൻ പാടില്ല. ഗീത പഴയ ഗീത തന്നെ, ഖുർആൻ പഴയ ഖുർആൻ തന്നെ. ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം ശ്രമം എന്നാണ്. അത് ഇന്നലെ രാവിലെ സമസ്ത കേരള മേത്തലമ തിരികെ കയറ്റിയതല്ല ഖുർആനില്. ഇത് കോണനായരെ കൊണ്ടുനടന്ന മമ്പറതങ്ങളെ കിതാബ് തന്നെയാ. ഈഴവനായ ചോയയും കൊണ്ട് രാവ് പകല് ഏത് കാര്യത്തിനും ചോയ് വേണം. ചോയില്ലെങ്കിൽ കാളിയിൽ പാപ്പ ഇറങ്ങൂല. ഏതാ കാളി? ഉമർ കാളി പോരേന്ന് ഇറങ്ങൂല, ചോയിന് വരണം. എന്നെ ആ ഉമർ കാളിക്ക് ഇസ്ലാം ഒന്ന് തിരിഞ്ഞില്ലേ? ആ ഉമർ കാളി പാട്ട് പാടിയിട്ടല്ലേ റൗളയുടെ കവാടം പൊട്ടിയത്? ജമാഅത്തെ ഇസ്ലാമിക്കാര് ഇനി വിറ്റ് പൈസാക്കുന്നുണ്ടല്ലോ, IPH വെക്കുന്നുണ്ട് ഈ പുസ്തകം. ഇങ്ങനെ ചരിത്രമുണ്ട്. വെളിയങ്കോട്ട ഉമർ കാളി പോയിട്ട് റൗളയുടെ ബെയ്ത്ത് ചൊല്ലി റൗളയുടെ കവാടം പൊട്ടിയിട്ടുണ്ട് എന്ന പുസ്തകം അത് എഴുതിയിട്ട് അത് വിറ്റ് പൈസയാക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമി. ഈ IPH വിൽക്കുന്നുണ്ട്. ഞാൻ IPH വിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ IPHന്റെ പുസ്തകം ഞാൻ കാണിച്ചു തരും. എന്ന് നിങ്ങൾക്കിത് തുടങ്ങിയത്? ആരാ ഈ ഉമർ കാളിയുടെ സന്തത സാചാരി? ആരാ? ചോയ്, ഈരവനായ ചോയും വെളിയങ്കോട് ഉമർ കാളിയും എന്തു ബന്ധമാണ്? കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ടച്ചൻ എന്തു ബന്ധമാണ്? ആരെ കുഞ്ഞായി മുസ്ലിം ഞങ്ങൾ വിചാരിച്ച്? അള്ളാന്റെ വലിയായിരുന്നു കുഞ്ഞായി മുസ്ലിയാർ എന്ന ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് ഈ കടപ്പുറത്ത് പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. മരിച്ചു കിടക്കുമ്പോൾ കഫൻ ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളി കിടക്കാൻ നേരത്ത് കഫൻ ചെയ്ത് കിടക്കുന്നിടന്ന് കാലിങ്ങനെ വലത്തെ കാലിങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ മടക്കി പൊന്തിച്ച്, അപ്പോൾ ഏട്ടൻ വന്നിട്ട് അതിങ്ങനെ മടക്കി നിവർത്തി കഫൻ പൊടയിൽ അത് മടക്കി നിവർത്തി നേരെയാക്കി. അങ്ങനെ അതവിടെ വെച്ച് അത് വെച്ചപ്പോ പിന്നെ ഇടത്തെ കാലി പൊന്തിക്കാൻ തുടങ്ങി മരിച്ചിട്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, കുഞ്ഞായിനെ ഈ മരിച്ച് മയ്യത്താണ് ചങ്ങാതി, ഇനിയെങ്കിലും ചിരിപ്പിക്കല്ലേ. അതാണ് ഞാൻ മനസ്സിലായത്. എന്താ ശംസുൽ ഉലമയെ അംഗീകരിക്കാത്തവർക്ക് ഇപ്പൊ എന്തെങ്കിലും ചാൻസ് ഇല്ല. അങ്ങനെ ആരെയും ഉണ്ടെങ്കിൽ അവർക്ക് ഈ സന്ദർഭം ശംസുൽ ഉലമ കോഴിക്കോട്ടെ പ്രസംഗിക്കണം ഞാൻ കേട്ടിട്ടുണ്ട്. അള്ളാനെ വലിയാണ് ഞാൻ മുസ്ലിം. ആ കുഞ്ഞായി മുസ്ലിം രാവും പകലൊരു കാര്യത്തിന് വിളിച്ചിരുന്ന ആരെയാ? മങ്ങാട്ടൻ. എന്താ വിചാരിച്ചു? ഹിന്ദുക്കളെ കൂട്ടത്തിലെ സാഹിത്യ സാമ്രാട്ടും ഹാസ്യ സാമ്രാട്ടുമാണ് ആര്? മങ്ങാട്ടച്ചൻ. മുസ്ലിം സമുദായത്തിൽ സാഹിത്യ സാമ്രാട്ടും ഹാസ്യ സാമ്രാട്ടുമാണ് ആര്? കുഞ്ഞായി മുസ്ലിം. ഒപ്പേ നടക്കുള്ളൂ. പാമ്പ് വന്നപ്പോ ഞാൻ അടിച്ചു വന്നു പറഞ്ഞു. ആയിക്കോട്ടെ, ഒന്നും വേണ്ടിയില്ല. 18 കൊല്ലം കഴിഞ്ഞിട്ട് അതുവഴി രണ്ടാളും കൂടി ഒപ്പം പോയപ്പോ എന്നിട്ടോ കുഞ്ഞായിനെ എന്ന് വെച്ച് അതാണ് തോണ്ടിയിട്ട് നടന്നു. അതാണ് കുഞ്ഞായി മുസ്ലിം മറ്റു ബന്ധം. അതാണ് ബന്ധം. ഭയങ്കര ഉണ്ടല്ലേ, എന്താ സ്നേഹബന്ധം. അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ നോക്കും. അതല്ലേ സാഹിത്യകാരുണ്ടത്. അങ്ങോട്ടും വെക്കും ഇങ്ങോട്ടും വെക്കാൻ നോക്കും. ഒന്നും മിണ്ടിയില്ല. പാമ്പിനെ കൊന്നു പറഞ്ഞിട്ട് ഒന്നും മിണ്ടിയില്ല മങ്ങാട്ടച്ചൻ. അച്ഛൻ ചോദിക്കും എന്നുള്ളത് കുഞ്ഞായി മുസ്ലിം അറിയുകയും ചെയ്യാം. ഒന്നും മിണ്ടാതെ നടന്നു. പിന്നെ 18 കൊല്ലം കഴിഞ്ഞിട്ട് അത് വഴി പോയപ്പോഴാ ചോദിച്ച് എന്നിട്ടോ അത് കൊണ്ടിട്ട് എന്നാണ്. ഈ മനുഷ്യന്മാരൊക്കെ തമ്മിൽ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു? ഞാൻ അവസാനിപ്പിക്കുകയാണ് ജനങ്ങളെ. നിങ്ങളെല്ലാവരും ദാറുൽ ഖുർആനെ സഹായിക്കണം. മറ്റന്നാൾ ഇതിന്റെ സമാപനം.